ഒന്ന് ചിരിക്കോ? എനിക്കറിയാം. ചിരി വേണോ അല്ലേ? 3 മണിക്കൂർ ഞങ്ങൾ ഇട്ട് കൊല്ലാൻ പോണേന് ഞങ്ങൾ ആദ്യം ചിരിച്ചു തരാം. നടക്കില്ല എന്ന് കുറെ ആൾക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സർ, 4-മത്തെ റോ 3-മത്തെ ആൾ വിളിച്ച്. യെസ്, എൽവിൻ. എൽവിൻ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കണില്ല, മുടി സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എൽവിൻ ലുക്കിംഗ് സോ ഗുഡ് ടുഡേ. അൽവിൻ ആണോ സർ? എൽവിൻ ആണല്ലോ ആദ്യം പറഞ്ഞത്. അടുത്തെന്നാണ്. ഓക്കെ അൽവിൻ. ഓക്കെ, വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ നിങ്ങളെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മുടെ കമ്പൈൻഡ് ക്ലാസ് ആണ്. ഗ്രാമർ ടോപ്പിക്സ് നമ്മുടെ കോമൺ ആണെങ്കിലും നമ്മുടെ ലിറ്ററേച്ചർ ഭാഗത്തിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ജൂലിയസ് സീസർ പറഞ്ഞപ്പോൾ എന്റെ മുഖം നിങ്ങൾ കണ്ടതായിരിക്കും. ജൂലിയസ് സീസറാ എന്നുള്ളൊരു പോയിന്റിലേക്ക് എന്റെ മൈൻഡ് സെറ്റ് പോയി, ബിക്കോസ് അതുപോലത്തെ ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ല. ബിക്കോസ് കമ്മ്യൂണിക്കേറ്റീവ് നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ല, അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഒന്നുമില്ല. നമ്മൾ ആകെ പോയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നോർമലി CBSE യൂസ് ചെയ്യുന്ന എന്താ ലാംഗ്വേജ് ലിറ്ററേച്ചർ ടെക്സ്റ്റിലാണ് നമ്മൾ ഇതുവരെ പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ നോർമൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷൻസ് പോകാൻ പറ്റില്ല. പോയിറ്റ് ഡിവൈസസ് ഞാൻ പറഞ്ഞു തരും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10-12 എണ്ണം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. പക്ഷേ ക്ലാസ്സിൽ നമുക്ക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ ക്ലാസ് റൂം മിക്സ്ഡ് ക്ലാസ് റൂം ആണ്. സോ നമ്മൾ അവരെയും കൺസിഡർ ചെയ്യും, ബിക്കോസ് അവരുടെ ഒന്നും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അവരെയും കൂടി കൺസിഡർ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? നാളെ ഞാൻ ലീവാണ്, പേഴ്സണൽ ലീവ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ലീവ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക്. ബട്ട് ഇപ്പോഴേ ഞാൻ പറയാണ്, 5:30 വരെ യു ഹാവ് ടൈം. ഓക്കെ, 5:30 വേണ്ട, 4:30 വരെ യു ഹാവ് ടൈം. 4:30 വരെ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചോളൂ. പക്ഷേ വൺസ് 5 o'clock തുടങ്ങി എനിക്ക് ഇവിടെ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇറ്റ് വിൽ കണ്ടിന്യൂ അപ് ടു 9. അപ്പോൾ പിന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് അയക്കാൻ പറ്റില്ല. നിങ്ങൾ 4 o'clock വരെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ, ഞാൻ ഫുൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? തമ്പ് കാണിച്ച സ്ക്രീനിൽ ഓക്കെ ആണ്, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോൺ ഓഫ് ദ പോയറ്റ്, അതിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതെല്ലാവരും നമുക്ക് ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കൂടാണ്ട് പറയേണ്ട വേറൊരു കാര്യം, ഇന്ന് ഫുൾ എക്സസൈസ് ആണ്. ഇന്ന് കംപ്ലീറ്റ് എക്സസൈസുകളാണ്, ഗ്രാമർ ടോപ്പിക്കുകളാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അയ്യോ, ഞാൻ സാറിന് സ്ലൈഡ് അയച്ചു കൊടുത്തിരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തൊക്കെയായാലും എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഇന്ന് തുടങ്ങാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് വെച്ചിട്ടാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും ക്ലിയർ ആണ് എങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് ചേഞ്ച് ഇൻ ടെൻസ്. ചേഞ്ച് ഇൻ ടെൻസ് ഓക്കെ ആണ്, 2 തമ്പൊന്ന് സ്ക്രീനിൽ കാണിച്ച. ചേഞ്ച് ഇൻ ടെൻസ് ഓക്കെ ആണ്. യെസ്, ഒരാളെ വിളിച്ചു സർ. നിഷിത. എന്താണ് നിഷിത ചേഞ്ച് ഇൻ ടെൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് നിഷിത എന്ന് പറഞ്ഞേ? എന്താണ് ഇവിടെ ചേഞ്ച് ആവുന്ന നിഷിത എന്ന് പറഞ്ഞേ? യെസ്, എല്ലാ പ്രസന്റ് ടെൻസും അതിന്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലോട്ട് മാറുന്നു. പക്ഷെ ഒരു ചോദ്യം, അടുത്തൊരാൾ വിളിച്ചു സർ, ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്തിലേക്കാ മാറുന്നത്? യെസ്, അടുത്തൊരാൾ വിളിച്ചു സർ. എന്താണ്? എന്താ സർ? ഫാത്തിമ. യെസ്, ഫാത്തിമ പറഞ്ഞോളൂ. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്തിലേക്ക്, എന്ത് ടെൻസിലേക്ക്, അത് ഇൻഡയറക്ട്ലിക്ക് പോകുമ്പോൾ അത് ഏത് ടെൻസിലേക്ക് മാറും? ഫാത്തിമ. ഫാത്തിമ എന്തോ? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് അത് മാറും. ഓക്കെ, അപ്പൊ ഇത്രേ. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറുന്നു. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറുന്നു. പക്ഷെ സിമ്പിൾ പാസ്റ്റ് മാറുന്ന എന്തിലേക്കാണ്? സിമ്പിൾ പാസ്റ്റ് മാറുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ്. പാസ്റ്റ് പെർഫെക്റ്റിന് മാറ്റമൊന്നുമില്ല, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് തന്നെയാണ് മാറുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ടാണ്. ഞാൻ പറഞ്ഞു, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ടെൻസിന്റെ വേരിയേഷൻസും ടെൻസിന്റെ ചേഞ്ചസും മനസ്സിലാക്കി വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യണോ? ഇനി ടെൻസിന്റെ ചേഞ്ചസ് വേണ്ടല്ലോ, ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. വേണോ ഹന്ന? സർ സെക്കൻഡ് റോ 4-മത്തെ ആളെ വിളിച്ചു സർ.
യെസ് ഹന്ന. എന്താണ് ഹന്നയാണ് ഏറ്റവും ആദ്യം ഇങ്ങനെ കാണിച്ചത്. ഒന്നുമില്ലേ? അതാണ്. ഐ എം റിയലി സോറി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ ചെറിയ വേറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, വേറെ കുറച്ച് കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് എനിക്കത് നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നാളത്തെ ദിവസം കംപ്ലീറ്റ്ലി ലീവ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ ലീവ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഫുള്ള് മൊത്തം എഴുതി ഞാൻ ക്ലിയർ ചെയ്ത് തന്നോളാം വിത്തൗട്ട് എനി ഡിലേ. ഓക്കെ, അപ്പോൾ അത് ക്ഷമിക്കണം. വെരി സോറി ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡൗട്ട് ഇസ് ബീങ് ഡിലേഡ്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, എനിക്ക് ഇങ്ങനെ കുറച്ച് ബിസി ആയി പോയത് കൊണ്ടാണ്. അതുകൊണ്ട് നാളെ ഞാൻ ഫുൾ ഇരുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്തോളാം, നോ ഡൗട്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മൾ കുറച്ച് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്തിന്റെ കണ്ടോ, നമ്മൾ ഫുൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ഫുള്ള് ടെക്സ്റ്റ് ബുക്കിലെ എറർ കറക്ഷൻ, അതുപോലെ തന്നെ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും അനലറ്റിക് പാരഗ്രാഫും ലെറ്റർ ടു എഡിറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ചെയ്യും. ഓക്കെ, ഇന്ന് ഫുൾ എഴുത്താണ്. ഇന്ന് വെറുതെ ഇരിക്കുക എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ ഇരിക്കേണ്ട. നിങ്ങളുടെ ഒരു ഫീച്ചർ സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഒന്ന് ഒടിഞ്ഞു ബുദ്ധിയാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ എഴുതാൻ തരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എഴുതി തീർത്തിട്ട് കിടന്നുറങ്ങും. അത് കൊള്ളാം. പെട്ടെന്ന് അതാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോറുണ്ട്, ഇവർ ഇത്ര പെട്ടെന്ന് എഴുതി തീർന്നു അല്ലേ. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് എഴുതിയത്. സ്ക്രീനിന്റെ അവിടെ നിന്നിട്ട് എല്ലാവരോടും ഞാൻ കാണിക്കാൻ പറയും, നിങ്ങൾ എഴുതണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ, വാട്ട് ഇഫ് യു ആർ ജസ്റ്റ് ആക്ടിങ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇനി വേണ്ട. നമുക്ക് എന്തായാലും ഇനി തിരിച്ചതിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്നു. ഓക്കെ, 3 എണ്ണം ഉണ്ട്. ഈ 3 നമ്മൾ ചെയ്യണം. അതായത് 15 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തുടങ്ങിക്കോളൂ. ഫ്രം ദിസ് ആദ്യത്തിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം നിങ്ങൾക്ക്? ശ്രദ്ധിച്ച് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. തത്രപ്പാടിൽ റിപ്പോർട്ട് ചെയ്ത് തെറ്റാക്കരുത്. കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് പോവാം. ഓക്കെ, യെസ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, മന്ത് അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അത് ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഒരാൾ പോലും വെറുതെ ഇരുന്ന് കാണരുത്. ലാസ്റ്റ് ഇന്ന് പഠിച്ചേണ്ട പിന്നെ ഗ്രാമർ നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ ഗ്രാമറിലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. നാളത്തെ ദിവസം കംപ്ലീറ്റ്ലി ലിറ്ററേച്ചർ ഭാഗത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. ബിക്കോസ് നമ്മൾ ഇന്നൊരു അനലിറ്റിക് പാരഗ്രാഫും ചെയ്യും, ഒരു ലെറ്റർ ടു എഡിറ്റർ വീണ്ടും നമ്മൾ ചെയ്യും. അപ്പോൾ ഇനി എഴുതിയിട്ട് കാണുന്നില്ല എന്നാണെങ്കിൽ ഞാൻ അവരെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യും. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാണ്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ട. എഴുതാം, എന്തായാലും നമുക്ക് എഴുതാനുള്ളതാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. ഇത് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. സോ എല്ലാവരും ചെയ്യാം കേട്ടോ. എത്ര മിനിറ്റ് വേണം നിങ്ങൾ പറഞ്ഞില്ല എന്നോട്, എത്ര മിനിറ്റ് വേണം? 5 ക്വസ്റ്റ്യൻസ്. ആൻഡ് 5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് വിൽ ഡിസ്കസ് ഇറ്റ് ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ്. 5 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. അപ്പൊ 5 മിനിറ്റ് സമയം കൊടുത്തോളൂ കേട്ടോ സർ. 5 മിനിറ്റ് കൂടുതലില്ല. ഓക്കെ, 5 മിനിറ്റ് കൂടുതൽ ടൈം ഇല്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിൽ ഡിസ്കസ് 1 by 1. 6 മിനിറ്റ് എന്ന് പറയുന്നുണ്ട് ഹെവൻ കൃഷ്ണ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, വിൽ ട്രൈ. അപ്പോൾ യെസ് സർ, ഓക്കെ, എന്നെ മാറ്റിക്കോളൂ, അവർ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ട്രാൻസ്ഫോർമേഷൻസ് കുറച്ച് ടെൻസ് ചേഞ്ച് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയോ? ട്രൈ ചെയ്തോ? അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു. അല്ല പറ്റി, ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലൊരു രാജ്യമാണ്. ചെയ്യാൻ പറ്റി, വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന തെറ്റുകൾ അതിപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്ത് പോവാം. പിന്നെ ഒരു ദിവസത്തേക്ക് വെക്കരുത്. എന്താണ് തെറ്റ്, ഈ വാക്ക് ഇങ്ങനെയാണ് ചേഞ്ച് ആവണമെന്നുള്ള കാര്യങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. ഒരു റേസ് ഹാൻഡ് ചെയ്യാത്ത ആളെ വിളിച്ചേ സർ. ഓഫ് ചെയ്താ? നല്ല കുട്ടി. യെസ്, വിളിച്ചോളൂ സർ. ഒരാളെ ആദിശ്രീ ഒന്ന് പറഞ്ഞ. ആദിശ്രീ, ഞാൻ ഇത്ര എഴുതില്ല. മീര സെഡ് ദാറ്റ് എന്നുള്ള കാര്യം ഞാൻ എഴുതുന്നില്ല. ബാക്കിയുള്ള കണ്ടന്റ് മാത്രമേ ഞാൻ അടിയിൽ എഴുതുള്ളൂ. അപ്പൊ ആദിശ്രീ പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോ. Meera said that she was planning to visit Delhi the following month. Okay, because to attend a workshop there. Because ഒന്നുകൂടെ പറഞ്ഞേ. Because she wanted to attend a workshop there. Very good. പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്നും കൂടെ ഞാൻ പറയാം. മീര said that. Okay, she was planning to visit Delhi the following month because she wanted to attend a workshop there. കറക്റ്റ് ആയവരൊക്കെ ഒന്ന് രാജ കാണിച്ചേ. കറക്റ്റ് ആയി, ചെയ്തത് കറക്റ്റ് ആയെങ്കിൽ നല്ലൊരു രാജ കാണിച്ചേ. എന്താണ് തെറ്റിയവർക്ക്, എന്താണ് തെറ്റിയതെന്ന് പറഞ്ഞേ. തെറ്റിയവർക്ക് എന്താണ് തെറ്റിയത് ആര് പറയും? ഒന്ന് റേസ് ഹാൻഡ് ചെയ്ത് പറഞ്ഞേ, ടീച്ചർ എനിക്ക് ഇതാണ് തെറ്റിയത്. ഓക്കെ, ഒരാളെ വിളിച്ചു സർ.
അഭിനവ്, എന്താണ് അഭിനവ് തെറ്റിപ്പോയത് ഇവിടെ? കമ്മിങ് മന്ത്. ഓക്കെ, അതിനെ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയാം, കമ്മിങ് ഇസ് പോസിബിൾ ഓർ നോട്ട്. ഓക്കെ, ബിക്കോസ് എല്ലാത്തിലും ഞാൻ ഫോളോയിങ്, ഇപ്പൊ ഏതൊരു വീഡിയോ റെഫർ ചെയ്യുമ്പോഴും ഏതൊരു ഗൈഡ് നോക്കുമ്പോഴും ഫോളോയിങ് എന്നുള്ള വാക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കമ്മിങ് എഴുതാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അടുത്ത ബ്രേക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? ഓക്കെ, ഒന്ന് ഓർമ്മിപ്പിക്കണേ. ബ്രേക്കിൽ പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക ടീച്ചറെ, കമ്മിങ് ആണ് തെറ്റിയെങ്കിൽ കമ്മിങ് ആണ് റേസ് ആൻഡ് അവർക്ക് തെറ്റിയത്. അപ്പൊ നമുക്കതൊന്ന് റെക്ടിഫൈ ചെയ്തിട്ട് തന്നെ ഇന്ന് പോവാം. ഓക്കെ, കമ്മിങ് എഴുതാൻ പറ്റുമോ, ഫോളോയിങ് തന്നെ എഴുതണോ? അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. യെസ്, അടുത്ത ഒരാളെ വിളിച്ചേ സർ, ഇവിടെ നിന്ന് ഒരാളെ വിളിച്ചോളൂ സർ. വേദ, യെസ് വേദ പറഞ്ഞോളൂ. വേദ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹലോ വേദ. വേദ ഹലോ എന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. വേദ പറഞ്ഞോളൂ, എന്താണ് അടുത്തത്? രാഹുലിന്റെ ആൻസർ. Rahul sister, he has completed all his homework and added that he's going to watch a movie now. Very good. But let me ask you one thing. ഇതൊന്നുകൂടെ പറഞ്ഞേ, ഇത്രയും ലൈൻ ഒന്നുകൂടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് പറഞ്ഞേ. He has completed all his homework. നമുക്ക് തെറ്റുകൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റ് എന്തിലേക്കാണ് വേദ മാറുന്നത്? ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത് പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുന്നത്. വെരി നൈസ്. ഇനി അടുത്ത ചോദ്യം, പ്രസന്റ് പെർഫെക്റ്റില് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാകും, പാസ്റ്റ് പെർഫെക്റ്റിൽ അതിന് പകരം ഉണ്ടാവുന്ന വാക്ക് ഏതാണ്? യെസ് വെരി ഗുഡ്, ഹാഡ് തന്നെയാണ്. അപ്പൊ എന്താകും മാറുമ്പോ? അവിടെ ഹാസ് വരൂ, ഹാഡ് വരൂ? ഓക്കെ, ബാക്കി കറക്റ്റ് ആണ്. മനസ്സിലായില്ല? അതാണ് നിങ്ങളുടെ ആ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഇൻ ടെൻസ് ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ വെറുതെ തെറ്റിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ എഴുതി പോകുന്നതായിരിക്കും, പക്ഷെ ദാറ്റ് ഇസ് റോങ്. അപ്പൊ നിങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ആൻസേഴ്സ് എടുത്ത് എഴുതാൻ വേണ്ടി. ചില കേസുകളിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവാറില്ല, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉണ്ടാവാറില്ല, ഡാറ്റ കാണിച്ച് അതിലും നമ്മൾക്ക് ഫുൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമേ അവർ തരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാമെങ്കിൽ സ്റ്റിക്ക് ടു വൺ സിംഗിൾ പോയിന്റ്, അത് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. ഇനി അടുത്ത ആളെ വിളിച്ചോളൂ സർ. യെസ് ഹന്ന. യെസ് ഹന്ന, നിനക്കിത് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ നമ്മൾ ഇത്രയും ലൈനിന്റെ നോക്കി. ഓക്കെ, ഇനി ബാക്കി ലൈനിന്റെ പറഞ്ഞേ. യെസ്, ഇനി ബാക്കി ലൈൻ, അതായത് ആൻഡ് കഴിഞ്ഞിട്ടുള്ളത്, ആൻഡ് വരെ അതിൽ പറയുന്നുണ്ട് ദാറ്റ് he had completed all of his homework. ഇനി and he is going to watch a movie. വെരി ഗുഡ്. ഇവിടെ നൗ നമ്മൾ എഴുതില്ല, അതിന് പകരം നമ്മൾ then എഴുതുള്ളൂ. ഓക്കെ, ബാക്കി ആ രണ്ട് തെറ്റാണ് വേദ പറഞ്ഞത്. ബാക്കി എല്ലാനും വേദ കറക്റ്റ് ആണ് പറഞ്ഞത്. അവിടെ ഹാവ് ഹാസ് രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. ഹാവും ഹാസും രണ്ടും പ്രസന്റ് ടെൻസ് ആണ്. ഹാഡ് ആണ് നമ്മുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ രണ്ട് തമ്പൊന്ന് സ്ക്രീനിൽ കാണിച്ചേ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. ദ ടീച്ചർ സെഡ്. യെസ്, അടുത്ത ആളെ വിളിച്ചോളൂ സർ. ഇർഫാൻ. വെറും റിഫാൻ. യെസ്, റിഫാൻ ഞാൻ കുറെ അന്ന് ഫസ്റ്റ് ഡേ തുടങ്ങി ശ്രദ്ധിക്കുകയാണ്. റിഫാൻ എപ്പോഴും സൺകിസ്റ്റ് ഏരിയയിൽ ഇരിക്കാറുള്ളൂ അല്ലേ? റിഫാന് ഭയങ്കര എസ്തെറ്റിക് ആണ് റിഫാന്റെ സ്ട്രക്ചർ കാണാൻ ഇവിടെ നിന്ന് എനിക്ക് ഇരിക്കുമ്പോ. ഓക്കെ, റിഫാന്റെ ആ മുഖത്തെ ചൈതന്യം നോക്കി സർ. അങ്ങനെ വേണ്ട. യെസ്, അപ്പൊ റിഫാൻ പറഞ്ഞോളൂ. യെസ്, റിഫാൻ പറഞ്ഞോ. അത് വേണ്ട, ടീച്ചർ സെഡ് ദാറ്റ്. ഓക്കെ, അതെനിക്കറിയാം. ബാക്കി അങ്ങനെ വരുമോ? ടീച്ചർ സെഡ് അല്ലെങ്കിൽ യു ക്യാൻ സേ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. അതെന്താണ്? അതൊരു യെസ്. അപ്പൊ ഇഫ് എന്നുള്ളൊരു ഇഫ് ബാക്കി പറഞ്ഞേ. ഇഫ് ദേ ഇഫ് ദേ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഫോർ ദി അപ്കമിങ് എക്സാംസ്. ക്ലിയർ ആണോ? ഓക്കെ, അതായത് ഇഫ് എന്നുള്ള ഒരു ലിങ്കിങ് വേർഡ് നമ്മൾ അവിടെ ചേർക്കണം. കാരണം അതൊരു ക്വസ്റ്റ്യൻ ആയത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു കേസ് വരുന്നത്. അത് ക്വസ്റ്റ്യൻ അല്ല, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കേണ്ടത്.
ഓക്കെ, ഹാവ് യു പ്രിപ്പയർഡ് വെൽ ഫോർ ദി അപ്കമിങ് എക്സാം? നിങ്ങൾ യെസ് ഓർ നോയിലുള്ള ആൻസർ പറയും, അതേ ടീച്ചറെ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചില്ല എന്ന് പറയും. സോ യെസ് ഓർ നോ ഇസ് ദി പോസിബിൾ ആൻസേഴ്സ്. സോ ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ആരോട് പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും സ്പീച്ച് ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ലിങ്കിങ് വേർഡ് ചേർക്കണം. ആ ലിങ്കിങ് വേർഡ് ഫോർ യെസ് ഓർ നോ, യെസ് ഓർ നോയിൽ ആ ലിങ്കിങ് വേർഡ് ഒന്നില്ലെങ്കിൽ വെദർ ആയിരിക്കും അല്ലെങ്കിൽ ഇഫ് ആയിരിക്കും. രണ്ടും പോസിബിൾ ആണ്, രണ്ടും ഇസ് പോസിബിൾ. നിങ്ങൾ തോന്നരുത് വെദർ ഇതിന് മാത്രം ചേർക്കാൻ പാടുള്ളൂ, ഇതിന് മാത്രം ഇഫ് ചേർക്കാൻ പാടുള്ളൂ. ഇഫ് വെദർ നമുക്ക് രണ്ടിനും ചേർക്കാം. പക്ഷെ എന്തായിരിക്കണം സ്റ്റേറ്റ്മെന്റ്, എങ്ങനെയായിരിക്കണം? യെസ് ആളെ വിളിച്ചത് സർ. യെസ് വൈഗ, വൈഗ ഒന്ന് പറഞ്ഞേ. വൈഗ ഒന്ന് പറഞ്ഞേ. എന്താണ് ചോദിച്ചത് മറന്നു. അതായത് ഇഫ് ഓർ വെദർ നമ്മൾ എങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനാണ് ഇഫ് ഓർ വെദർ ചേർക്കുന്നത് വൈഗ? യെസ്, വെരി ഗുഡ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവില്ല അത് യെസ് ക്വസ്റ്റ്യൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിന്റെ പോസിബിൾ ആൻസേഴ്സ് ഒന്നില്ലെങ്കിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. സോ വി നോ ഹൗ ടു ഐഡന്റിഫൈ ദോസ് സ്റ്റേറ്റ്മെന്റ്സ്. സോ വൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആഡിങ് ദ ലിങ്കിങ് വേർഡ് ആസ് ഇഫ് ഓർ വെദർ. അത് രണ്ടെണ്ണേ നിങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. നമുക്കൊന്നും കൂടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരാൾക്ക് ഡൗട്ട് ഉണ്ട്, നമുക്കൊന്നും കൂടെ ഫ്രണ്ടിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വിൽ മൂവ് ഓൺ. രാഹുൽ, നോക്കിയേ, രാഹുൽ said to his sister, I have completed all my homework and I am going to watch a movie now. അപ്പൊ രാഹുൽ പഠിച്ചു കഴിഞ്ഞിട്ട് അനീത്തിനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ അതാണ് ഇനി നോക്കാൻ പോകും. നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, രാഹുൽ told, okay, his sister എഴുതണുള്ള that he have എന്താകും? യെസ് ആളെ വിളിച്ച സർ, ഹാവ് എന്തായി മാറും അവിടെ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. അനീറ്റ, ഹാവ് എന്തായി മാറും അനീറ്റ ഒന്ന് പറഞ്ഞേ. യെസ്, ഹി ഹാഡ്. കംപ്ലീറ്റഡ് തന്നെയായിരിക്കും. കംപ്ലീറ്റഡ് ഓൾ. മൈ എന്തായി മാറും? മിസ് അടുത്തുള്ള വിളിച്ച സർ, മൈ എന്താ? യെസ്, ജുവൽ എന്തായി മാറും? ജുവൽ മൈ എന്തായി മാറും? യെസ്, വെരി ഗുഡ്. ഓൾ ഓഫ് ഹിസ്. അടുത്തത് ഹോംവർക്ക്, HW എന്ന് എഴുതുകയാണേ. ആൻഡ് ഇനി ഐ എന്തായി മാറും? യെസ്, അടുത്തുള്ള വിളിച്ച സർ, ദിയ. ഐ എന്തായി മാറും? ദിയെ. അതായത് ഇവിടെ ഐ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന് പ്രോപ്പർ പ്രോനൗൺ കൊടുക്കണ്ടേ? അപ്പൊ രാഹുലിന് പറ്റിയൊരു പ്രോനൗൺ അവിടെ വരേണ്ടത്. അപ്പൊ എന്തെഴുതും? ഹി. ഇനി അടുത്തത്, യെസ്, അടുത്തുള്ള വിളിച്ച സർ, യെസ്, ഗൗതം. ഇനി ബാക്കി ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു പോയേ. ഹി ഈസ്. നോ, പാസ്റ്റ് ആണ്, ഫുള്ള് പാസ്റ്റിലേ വരുള്ളൂ. അപ്പോ he was going to watch a movie then. ക്ലിയർ ആണോ സർ? ആരാണ് ചോദിച്ചത്? എനിക്ക് അറിയില്ല. ജീബേ. ഓക്കെ, സോറി. നജീബക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. നജീബ ഇവിടെ ഉണ്ടല്ലേ. നജീബ ഓക്കെ അല്ലേ? നജീബ് ഇപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? യെസ്, ഡൺ ബോസ്. യെസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ യെസ്, അടുത്ത ഒരാൾ വിളിച്ചേ സർ. യെസ്, സ്പെഷ്യലിസ്റ്റ് റെക്കമെൻഡേഷൻസ്. യെസ്, വിളിച്ചോളൂ സർ. അതുൽ കൃഷ്ണ. ഹായ് ബോസ്. യെസ്, അതുല് പറഞ്ഞോളൂ, എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരാ? നാലാമത്തെ ആണ്. വെരി ഗുഡ്. ഹെർ ഫ്രണ്ട്. ക്വസ്റ്റ്യൻ നോക്ക്. വൈ ഡിഡ് യു ഇൻഫോം മീ അബൌട്ട് ദ മീറ്റിംഗ്? എന്തുകൊണ്ടാണ് നീ എന്നോട് ഇന്നലത്തെ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞത്? അത് യെസ്സിലും നോയിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അതില് യെസ് ഞാൻ പറഞ്ഞു. യെസ്. അത് ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസിനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മൾ ഇവിടെ ചേർക്കേണ്ട കാര്യം ഞാൻ ഇവിടെ ലിങ്കിങ് വേർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏതാണോ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് കിടക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഇഫ് ഫോർ വെദർ ചേർത്ത പോലെ, നമ്മൾ ഇവിടെ ചേർത്ത പോലെ നമ്മൾ ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? എന്താണോ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് വന്നത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ലിങ്കിങ് വേർഡ് ആയിട്ട് ചേർക്കേണ്ടത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ. യെസ്, വെരി നൈസ്. അപ്പോ ബാക്കി പറഞ്ഞോളൂ. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. യെസ്, ദേവാനന്ദ്. യെസ്, ദേവാനന്ദ് പറഞ്ഞേ. She asked her friend why she hadn't informed her. Yes, very good. Why she had not informed her about the meeting. ബാക്കി ഒരാളെ വിളിച്ചു സർ. യെസ്റ്റർഡേ എന്ത് പറയും നമ്മൾ? യെസ്, വിളിച്ചോളൂ സർ. സഫർ എന്ത് പറയും? സഫറെ നമ്മൾ യെസ്റ്റർഡേ എന്ത് പറയും? സഫറെ that day എന്ന് പറയോ അതോ the previous day എന്ന് പറയുള്ളൂ? ഓക്കെ അല്ലേ? ഡൺ. അപ്പോ അതങ്ങനെ എഴുതിയാൽ മതി. വൈ she had not informed me about the meeting the previous day. Clear അല്ലേ? No, we can use it accordingly. പക്ഷെ ഇവിടെ നോക്കിയേ, ഷീ സെഡ് ടു ഹെർ ഫ്രണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അവിടെ ഇന്നത് തന്നെ വരണം എന്നില്ല. ഇഫ് ദ ജെൻഡർ ഇസ് നോട്ട് ക്ലിയർ ടു യു ദെൻ ഡോണ്ട് യൂസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോനൗൺസ് അവിടെ യൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്. പ്രോനൗൺസിലൊന്നും അവർ ഒരിക്കലും മാർക്ക് വെട്ടാൻ പോണില്ല. ഞാൻ പറഞ്ഞില്ലേ, ചേഞ്ച് ഇൻ വേർഡ്സ് പിന്നെ ചേഞ്ച് ഇൻ ടെൻസ് മാത്രം അവർ ശ്രദ്ധിച്ച് നോക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും അവരെന്ത് ചെയ്യാറില്ല, എല്ലാവരും അവർ ചെക്ക് ചെയ്യില്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വിചാരിച്ചൂടെ അവളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി എന്ന് തന്നെ വിചാരിക്കണം. ഒരു കൂട്ടുകാരനായ എന്താ കുഴപ്പം അല്ലേ? ദാറ്റ്സ് ജസ്റ്റ് കോമൺ. അപ്പോൾ അങ്ങനെ നമുക്ക് വിചാരിക്കാം. സോ അത് അവർക്ക് അറിയാം, ഇൻവിജിലേറ്റേഴ്സ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദേഴ്സ് അല്ലേ? അപ്പോൾ ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. അപ്പോൾ നിങ്ങൾ പ്രോനൗൺസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണ്ട. ഈ വേർഡ് ഇപ്പോൾ യെസ്റ്റർഡേനെ നമ്മൾ ദ പ്രീവിയസ് ഡേ എന്ന് പറഞ്ഞു, നൗവിനെ നമ്മൾ ദെൻ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒക്കെ ചേഞ്ചസ് ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് കൂടാണ്ട് വെർബിൽ വരുന്ന ഷിഫ്റ്റുകൾ, ടെൻസിൽ വരുന്ന ഷിഫ്റ്റുകളായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. യെസ്, അടുത്ത ആളെ വിളിച്ചോളൂ സർ. ഏമൽ. യെസ്, ഏമൽ ഒന്ന് പറഞ്ഞേ. ഏമലെ കേക്കട്ടെ. The manager said to the employees that yes. A manager asked the employees. അതെ, നമ്മളിത് പഠിക്കണുള്ളൂ, അത് പേടിക്കണ്ട. ഇതെങ്ങനെയാണ് ഈ മാനേജർ എന്താ പറയണത്? അതൊന്ന് വായിച്ചേ നീ. സബ്മിറ്റ് ഓൾ ദ റിപ്പോർട്ട്സ് ബിഫോർ യു ലീവ് ദ ഓഫീസ് ടുഡേ. അതെന്താണ് ശരിക്കും? മാനേജറിന്റെ എടാ പ്ലീസ് എടാ അതൊന്ന് ചെയ്തിട്ട് പോടാ. എടാ അത് ചെയ്തിട്ട് പോടാ. എന്താണ് സംഭവം? അതൊരു ഓർഡർ ആണോ റിക്വസ്റ്റ് ആണോ? എന്താണ് സംഭവം? ഓർഡർ ആണ്. അപ്പൊ യു ഷുഡ് സേ ദ മാനേജർ സെഡ് എന്ന്, അല്ല ദ മാനേജർ ആസ്ക്ഡ് എന്നല്ല, ദ മാനേജർ ഓർഡേർഡ് എന്ന് പറയണം. ഓക്കെ ആണോ അമൽ? ഏമൽ ഐ കണ്ടില്ലടാ, സോറി. യെസ്, പറഞ്ഞോ. അപ്പൊ ഒന്ന് പറഞ്ഞേ. ദി മാനേജർ പറഞ്ഞോ. ടു submit all reports before. Okay. You yes, they leave വരില്ല. പാസ്റ്റ് പോ. they leave da left. Yes, they left office. ബാക്കിയാണ് വേണ്ടത്. വെരി ഗുഡ്. ടുഡേനെ നമ്മൾ ദാറ്റ് ഡേ ആക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ സർ. നമുക്കിനി അടുത്ത സെറ്റ് പോവാം. ചെയ്യാൻ രസമില്ലേ? ചെയ്യാൻ ഇപ്പൊ ചെയ്യാൻ രസം ഉണ്ടെങ്കിൽ ഒന്ന് രാജാണിച്ച് ചെയ്യാൻ പറ്റുന്നു. വലിയ രസമില്ല കേട്ടാ. രസം ഉണ്ടെങ്കിൽ ശരിക്കും ഒന്ന് രാജാണിച്ച് എനിക്കൊരു ഇതിന് വേണ്ടി. ഓക്കെ, രസമുണ്ടോ ചെയ്യാൻ? അതായത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്തിരിയെങ്കിലും പാസ്റ്റ് പ്രസന്റ് ആകുന്നു, പ്രസന്റ് ഇതാകുന്നു എന്നൊക്കെ നമുക്കറിയാം. സോ ഒരു പോയിന്റ് ഒരു ഇത്തിരി ചെയ്യാൻ പറ്റുന്നില്ലേ? മുഹമ്മദ് സിനാനെ, നിനക്ക് എന്താ ഒരു മൂഡ് ഔട്ട്?
ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ സിനാനെ? സർ ലാസ്റ്റ് മൂന്നാമത്തെ ആള്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്ത സെറ്റിലോട്ട് അടുത്ത ചെയ്യാം, അടുത്ത 5 ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവെങ്കിലും ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ബിക്കോസ് നമ്മൾ എക്സസൈസ് ചെയ്യാണ്, 5 മിനിറ്റ് സമയം ചെയ്യുന്നു, 10 മിനിറ്റോളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ബിക്കോസ് നമ്മൾ ഇത് ചെയ്താലേ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് കിട്ടുള്ളൂ. നിങ്ങൾ കുറേ ടെൻസ് ചേഞ്ചുകൾ, കുറേ വേർഡ്സിൻ്റെ ചേഞ്ചുകൾ, കുറേ ടൈം ചേഞ്ചുകൾ, പ്ലേസ് ചേഞ്ചുകളൊക്കെ പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അട്ടർ വേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി തിരിച്ച് വരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so mother said to her daughter, please finish your dinner quickly and go to bed on time. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. PS അടുത്ത വിളിച്ചോളൂ സർ. അപ്പൊ അമ്മ ഇത് റിക്വസ്റ്റ് ചെയ്യണേ, അമ്മ ഇത് പറയണേ, പ്ലീസ് മോളെ എന്ന് പറയാണ്. ഇത് മോനായി പോയില്ലേ, പ്ലീസ് മോനെ. ഓക്കെ, അപ്പോൾ ഷീസ് റിക്വസ്റ്റിംഗ്. അപ്പൊ നമ്മൾ സെഡ് എന്ന് പറയില്ല, വിൽ യൂസ് റിക്വസ്റ്റഡ്. അപ്പൊ പറഞ്ഞോളൂ. യെസ് യെസ് വിളിച്ചോളൂ. എം എന്ന് എഴുതണോളെ. ആ, Mother requested her daughter to finish her dinner quickly and go to bed on time. To finish her, പറഞ്ഞേ. Finish her dinner quickly and go to bed on time. Her dinner quickly and go to bed on time. സിമ്പിൾ അല്ലേ? ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, വെരി നൈസ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. മീസ് അടുത്ത ആളെ വിളിച്ചേ സർ. യെസ് സിനാൻ. അടുത്തത് എന്താണ്? ഇത് നോർമൽ കാര്യമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആ സിനാനെ, ഹായ്. ഓ, ഇന്ന് ഭയങ്കര മിതമായ സൗണ്ടാണ്. സിനാൻ എന്തോ ഒരു പണിയൊന്നുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നു. വീഡിയോ 2x ഇട്ട് കണ്ടിട്ട് പടപടാന്ന് ആൻസർ പറയാന്നാ പറഞ്ഞത്. ആ ഓക്കെ, പറഞ്ഞോ. The old man said that The old man said that. Very good. he had been living He had been living. Very good. in that village In that village. Very good. more than 40 അപ്പൊ ഫോർ എവിടെ? ഫോർ നീ തിന്ന. ഫോർ എവിടെടാ? 40 years. For more than 40 years. For more Okay, okay. For more than 40 years. Very good. സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി ഒന്നും പറയാനില്ല. അപ്രൂവ്ഡ്. ഓക്കെ, യെസ്. അടുത്ത ആളെ വിളിച്ചോളൂ സർ. അഫ്സൽ. സിമ്പിൾ ആണ്. ഇതിൽ ബുദ്ധിമുട്ടുള്ള സെക്ഷൻ അല്ലേ ഇത്. ഇതെല്ലാനും നിങ്ങൾ ശ്രദ്ധിച്ച ട്രാൻസ്ഫോർമേഷൻ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യെസ്, അടുത്ത അഫ്സൽ പറഞ്ഞോളൂ. The officer ordered the clerk not to disclose any confidential information to him. The officer ordered to the clerk. എന്നിട്ട് എന്താണ് ബാക്കി പറഞ്ഞേ? Not to വെരി ഗുഡ്. ഡിസ്ക്ലോസ് എനി confidential information to anyone. വെരി ഗുഡ്. ടു എനിവൺ. ഞാൻ എഴുതണ്ടല്ലോ. ദി ഓഫീസർ ഓർഡേർഡ് ടു ദ ക്ലർക്ക് ദാറ്റ് നോട്ട് ടു. ഓക്കെ, ഡു നോട്ടിനെ നമ്മൾ എന്ത് എഴുതണം? നോട്ട് ടു ഡിസ്ക്ലോസ് എനി കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ടു എനിവൺ. അപ്പൊ അത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് രാറ്റ് കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് രാറ്റ് കാണിച്ച്. യെസ്, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. റീന. യെസ്. അയ്യോ അതല്ല, അത് ക്വസ്റ്റ്യൻ ആണ്, പേടിക്കണ്ട. കിരൺ. യെസ് കിരൺ, പ്ലീസ് പറഞ്ഞോ. Rina told that she will help me with the project if she gets time the next day. റീന സെഡ് ദാറ്റ് അല്ലെങ്കിൽ റീന ടോൾഡ് ദാറ്റ്. ഷീ വിൽ എന്തായി മാറൂടാ? വെരി ഗുഡ്. വുഡ് ആയിട്ട് മാറും. ഹെൽപ്പ് യു എന്തായിട്ട് മാറും? വെരി ഗുഡ്. വിത്ത് യോർ പ്രൊജക്ട് എന്തായിട്ട് മാറും? വെരി ഗുഡ്. ഇഫ് ബാക്കി പറഞ്ഞ ഇഫ് ഐ എന്തായിട്ട് മാറും? വെരി ഗുഡ്. ഷീ. അടുത്തത് ഗെറ്റ് എന്തായിട്ട് മാറും? Gets അല്ലേ? ആ ഓക്കെ. നമ്മൾ എപ്പോഴും പ്രസന്റ് ടെൻസ് വന്നാൽ അവിടെ പ്രസന്റ് ടെൻസ് ഒന്നും യൂസ് ചെയ്യരുത്, ഫുള്ള് പാസ്റ്റ് ആക്കിക്കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഗെറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ആ വെരി ഗുഡ്. ഉണ്ട്, ഈ 3 ലെറ്റേഴ്സേ ഉള്ളൂ, പക്ഷെ ആ നടുക്കത്തെ ലെറ്ററിൽ ഒരു ചേഞ്ച്. ആ യെസ്, വെരി ഗുഡ്. ഗോട്ട്. ഓക്കെ, യെസ് ഗോട്ട്. ബാക്കി പറഞ്ഞേ സം
ഫ്രീ ടൈം ടുമോറോന്റെ ചേഞ്ച് പറഞ്ഞടാ. യെസ്, ദ നെക്സ്റ്റ് ഡേ. സർ ടുഡേ ആണ് ദാറ്റ് ഡേ. വെരി ഗുഡ്. യെസ്, സാറും കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. സയാൻ. യെസ്, സയാൻ പറഞ്ഞോളൂ. സയാനെ. അടുത്ത പോലീസ്, ഇന്നത്തെ പോലീസാണ് സയാൻ. യെസ്, സയാൻ പറഞ്ഞോ. ഇവിടെ ശ്രദ്ധിക്കാട്ടാ സയാൻ, ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? WH ക്വസ്റ്റ്യൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. WH ക്വസ്റ്റ്യൻ ആണോ യെസ് ഓർ നോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ല സയാന്. അതായത് യെസ് ഓർ നോ എല്ലാം ഉറപ്പാണെന്ന് പറഞ്ഞു. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വി ആർ എക്സ്പെക്ടിങ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അതാണ് WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ടെൽ മീ ഇതെന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ WH ക്വസ്റ്റ്യൻ ആണോ ഇത്? വെരി ഗുഡ്. അപ്പൊ ഇനി പറഞ്ഞേ നോക്കട്ടെ. The coach asked the players where they were practicing before they had joined this academy. Yes, before they had. Okay, very good. Very good. Very nice. Academy. Very good. അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി കുറച്ച് ചേഞ്ചസുകൾ ചോദിക്കട്ടെ. ഈ ദിസ് എന്തായിട്ട് മാറൂടാ? സയാൻ. യെസ്, ഈ ദിസ് എന്തായിട്ടാ മാറണേ? ദിസിന് ചേഞ്ചസ് വരും. വെരി ഗുഡ്. ദാറ്റ് ആയിട്ട് മാറുന്നുണ്ട്. വെരി നൈസ്. ബാക്കി ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ദ കോച്ച് ആസ്ക്ഡ് ദ പ്ലേയേഴ്സ് okay where they had been. Okay, had been practicing. Okay, had been practicing before they had joined. Okay, this academy. അപ്പോൾ ഇവിടെ had been വരാനുള്ള കാരണം ഇവിടെ നോക്കിയേ. ഇവിടെ were practicing എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മാറുന്നത് എന്തിലേക്കാണ്? ഒരാൾ വിളിച്ചു സർ. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മാറുന്നത് എന്തിലേക്കാണ്? യെസ്, വിളിച്ചോളൂ സർ. എറേസ. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സോറി പാസ്റ്റ് കണ്ടിന്യൂസ് മാറുന്ന എന്തിലേക്കാണ് റൈസ? പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റാ? അത് അങ്ങനെ ചോദിക്കരുത്, ചെയ്യുമ്പോ കിട്ടണ്ടല്ലേ. ഇങ്ങനെ ചേഞ്ച് ഷിഫ്റ്റ് എന്ന് ചോദിക്കരുത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് മാറുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിലോട്ട്. അതുകൊണ്ടാണ് അവിടെ ഹാഡ് ബീൻ എന്നുള്ളൊരു വാക്ക് കയറി വന്നത്. ഓക്കെ, ബാക്കി റെസ്റ്റ് ഓഫ് എവറിത്തിങ് ഇസ് സെയിം. പക്ഷെ അവിടെ ഹാഡ് ബീൻ എന്നുള്ളൊരു വാക്ക് കയറി വരാൻ കാരണം എന്താണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ക്ലിയർ ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഓക്കെ ആണ്. അപ്പോൾ ഒരു സെറ്റ് കൂടെ ഉണ്ട്, ലാസ്റ്റ് ആണ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് സെറ്റ് ആണ്. ഇനി നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴേ ചെയ്ത് വരുള്ളൂ. അപ്പോൾ ലാസ്റ്റ് സെറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തോളൂ. ഓക്കെ സർ. യെസ്, അപ്പോൾ എന്തായാലും ഇനി എല്ലാവരും ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരേണ്ടതാണ്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് തിരിച്ചു വരാം. വീഡിയോസ് ഓൺ ചെയ്യാ. അയ്യോ, ഇത് കഴിഞ്ഞിട്ടില്ലല്ലേ? സോറി ഗൈസ്, ഞാൻ പോയിട്ട് ഡിവൈസ് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് ചെയ്യാം. യെസ്, ആദ്യത്തെ വിളിച്ചോളൂ സർ. ദീക്ഷിത്. ദീക്ഷിത്, ആഫ്റ്റർ എ വെരി ലോങ് ടൈം. ദീക്ഷിത്, സുഖാണോ? യെസ്, അപ്പൊ ദീക്ഷിത് പറഞ്ഞോളൂ. The boy said that he cannot solve that problem without my guidance. He cannot അല്ലെങ്കിൽ he could not എന്ന് പറയാം. ഓക്കെ, പോസിബിളി നിങ്ങൾ എന്ത് ചെയ്യുക? അബ്രിവേഷൻസ് യൂസ് ചെയ്യേണ്ടിരിക്കുക. could not അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, പിന്നെ ഇവിടെ cannot എന്നല്ലേ കിടക്കണേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാൻ പ്ലസ് നോട്ട് എന്നാണ്. അപ്പോൾ ക്യാനിൻ്റെ പാസ്റ്റ് ഫോമിലേക്ക് നമ്മൾ ആക്കണം. അത് മാത്രമേ തെറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുഡ് എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ ബോസ്, ബാക്കി ഈസ് ഫൈൻ. ഓക്കെ, ദ ബോയ് സെഡ് ദാറ്റ് ഹി കുഡ് നോട്ട് സോൾവ് ദാറ്റ് പ്രോബ്ലം വിത്തൗട്ട് മൈ ഗൈഡൻസ്. ഓക്കെ, ഇനി അടുത്തുള്ള വിളിച്ചോളൂ സർ. ഇഷാനി. യെസ്, ഇഷാനി പറഞ്ഞോളൂ. Yes. The principal said to the parents that they were introducing new rules to improve discipline in the school. Very good. The principal told that the parents, the principal told the parents that they were introducing new rules to to improve discipline in the school. Okay, very nice. Yes, അടുത്തുള്ള വിളിച്ചേ സർ.
ആലോക് പറഞ്ഞോളൂ അടുത്തത്. എനിക്ക് ക്വസ്റ്റ്യൻ ഇച്ചിരി ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട്? അതായത് she said what a beautiful sunset we are watching today. ആ. she said അതിന്റെ തന്നെ ഫുള്ള് വേറെ പെർട്ടിക്കുലർ സെന്റൻസ് പോലെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതെന്ത് മാർക്കാണെന്ന് പറയോ? Exclamation mark. So she is actually telling something which is so wonderful. അപ്പോൾ you can say, പക്ഷേ നമുക്ക് ഫസ്റ്റ് സെന്റൻസിലാണ് merge ചെയ്യാൻ പറ്റും. she said, of course ഞാൻ പറയാം, she exclaimed എന്ന് എഴുതാം ആദ്യം തന്നെ. ഓക്കെ, സെഡ് വേണ്ട, അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതുകൊണ്ട് we can write she exclaimed that they were, okay, they were watching a very beautiful sunset that day. Okay, that day. Okay, what a beautiful sunset. അത് അവള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അവള് പറഞ്ഞ കാര്യം മറ്റൊരാളോട് പോയി പറയല്ലേ, അപ്പോ വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് പറയില്ല. അവര് കണ്ട സൺസെറ്റ് അടിപൊളിയായിരുന്നു എന്നേ പറയുള്ളൂ. ഓക്കെ, അന്നത്തെ ദിവസം അവര് കണ്ട സൺസെറ്റ് അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തോ വാട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട. ഓക്കെ, ബിക്കോസ് അവിടെ അവളുടെ എക്സ്ക്ലമേഷൻ ആണത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയുന്നത് അവളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി ആർ സപ്പോസ് ടു എക്സിറ്റ് ദിസ് വാട്ട്. ഈ വാട്ടിനെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ആ ഒരു കേസിൽ, ബിക്കോസ് അത് എക്സ്ക്ലമേറ്ററി മാർക്കാണ്. അത് ശരിക്കും ഈ ഷീ അല്ലെങ്കിൽ ഏത് കുട്ടിയാണോ അത് പറഞ്ഞത് അവളുടെ സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പൊ മറ്റൊരാളോട് പോയി പറയുമ്പോൾ വി വോണ്ട് സേ അവള് പറഞ്ഞു നല്ല വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു എന്ന് അവള് പറഞ്ഞു എന്ന് നമ്മൾ പറയില്ല. അവള് അന്നുണ്ടായ സൺസെറ്റ് വാസ് വെരി ഗുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുള്ളൂ. ഓക്കെ ആലോക്, ഒന്നും കൂടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ദേ വേർ. ഓക്കെ, ഇവിടെ 6 വേർ ആയി. ഓക്കെ, ദേ വേർ വാച്ചിങ് a very beautiful sunset. ടുഡേ എന്തായിട്ട് മാറും? ടുഡേ എന്തായിട്ടാണ് മാറുന്നത്? യെസ് വിളിച്ചോളൂ സർ. ആലോക് ഓക്കെ അല്ലേ? അത് ആലോക് ഇപ്പോ യെസ്. പ്രാർത്ഥന എന്തായിട്ട് മാറും? പ്രാർത്ഥന ടുഡേ എന്തായിട്ടാണ് മാറുന്നത് അവിടെ? യെസ്, സൺസെറ്റ് ദാറ്റ് ഡേ. വെരി ഗുഡ് പ്രാർത്ഥന. ഇനി അടുത്ത ആളെ വിളിച്ചോളൂ സർ. ഇഷാൻ. യെസ് ബോസ്, ഇഷാൻ പറഞ്ഞോളൂ. അമാൻ said to his friends. Yes, അത് പറഞ്ഞേ. എടാ, ഇത് വായിച്ചിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, WH ക്വസ്റ്റ്യൻ ആണോ? യെസ്, വെരി ഗുഡ്. അപ്പൊ പറഞ്ഞോളൂ. വെരി ഗുഡ്. ഒരു the teacher എന്താണ്? The teacher, yes, very good. The teacher had, അത് പറഞ്ഞവേ, the teacher had given them the previous week. ബാക്കി perfectly all right. Okay, very nice. അതായത് ഇത് സംഭവം കിടക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. സിമ്പിൾ പാസ്റ്റ് മാറുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ്. ആൻഡ് വെൻ ഇറ്റ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് വി ഷുഡ് ആഡ് had plus V3 form. Okay, very good. Yes, ഇനി അടുത്ത വിളിച്ചോളൂ സർ. ആൻലിൻ. യെസ്, ആൻലിൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ. യെസ്, ആൻലിൻ പറഞ്ഞോളൂ. സർ ഒരു മിനിറ്റ്, ആൻലിൻ എവിടെ? യെസ് ആൻലിൻ പറഞ്ഞോളൂ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. പേഷ്യന്റ് എത്ര ആൾക്കാരുണ്ട്? ഒരാള്. പക്ഷേ എന്താണ് റമീഷ? സോറി, ഐ എം വെരി ബാഡ് വിത്ത് നെയിംസ്. ഓക്കെ, അപ്പൊ ആൻലിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആൻലിൻ ദേ എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്തത്. ഓക്കെ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദേ യു ക്യാൻ ആഡ് ഷീ ഓർ ഹി. ഓക്കെ, ആ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. ദ ഡോക്ടർ അഡ്വൈസ്ഡ് അല്ലെങ്കിൽ ഡോക്ടർ സെഡ്, ദ ഡോക്ടർ ടോൾഡ്. ഓക്കെ, the doctor said to the patient that she should take this medicine twice a day for ഒരു മിസ്റ്റേക്ക് കൂടെ കിട്ടിയപ്പോ. സിമ്പിൾ ആണ്. ദിസ് എന്തായിട്ട് മാറും? യെസ്, ബട്ട് യു സെഡ് ദിസ് മെഡിസിൻ. നോ പ്രോബ്ലം, അതൊന്ന് ശ്രദ്ധിച്ചെഴുതണം. എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടേക്കാണ് ഞാൻ എഴുതുമ്പോൾ എനിക്ക് തെറ്റ് വരുന്നത്. ഓക്കെ,
സോ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ തന്നിട്ട് നിങ്ങൾ തന്നെ എഴുതി നിങ്ങൾ തന്നെ അത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല, ടൈം ഇസ് വെരി ലെസ്. സോ യു ഹാവ് ടു ക്രിട്ടിസൈസ് യുവർ സെൽഫ്. നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ലാഗ് ചെയ്യുന്നു, എവിടേക്കാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങളാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു പോയിന്റിൽ. ഓക്കെ, ആൻഡ് യു ഷുഡ് മേക്ക് ഇറ്റ് അപ്പ് ബൈ ടുമോറോ. നാളത്തേക്കുള്ള നിങ്ങളത് കംപ്ലീറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ മതിയില്ലേ? റിപ്പോർട്ടഡ് സ്പീച്ച് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടെങ്കിൽ 2 തമ്പ് സ്ക്രീനിൽ കാണിച്ച് ജസ്റ്റ് ഫോർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ചെയ്യാൻ പറ്റുന്നില്ലേ? വരദല്ലേ സർ? അത് വരദ മേനൻ, എന്തോ ബുദ്ധിമുട്ടുണ്ട് വരദയ്ക്ക്. യെസ് സർ, 3rd റോയിൽ കിടക്കുന്ന ആദ്യത്തെ ആളെ വിളിച്ച്. യെസ് വരദ പറഞ്ഞോളൂ. എന്താണ് വരദ പ്രശ്നം പറ്റുന്നത്? വരദയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു വരദ. ചില സെന്റൻസുകൾ പോകുന്നു. എന്തൊക്കെയാണ് തെറ്റ് പറ്റുന്നതെന്ന് പറഞ്ഞുതരുമോ? ചില സെന്റൻസുകളില് ഇഡി ചേർക്കാനൊക്കെ ഈ പാസ്റ്റിക് ആക്കുമ്പോ അത് തെറ്റുണ്ട്. പിന്നെ ബാക്കി പറഞ്ഞു തന്ന കാര്യം ക്ലിയർ ആണോ വരദ? എവിടേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആ വരുത്തണ്ടേന്നുള്ളത് അപ്പൊ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നെ V3 ഫോമുകൾ എല്ലാത്തിന്റെയും അടിച്ചിട്ട് പോവാ. V1, V2, V3, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ സോഡ് എന്ന് എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. സീനാണ്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വന്നില്ല. ഈറ്റഡാ എന്നൊക്കെ നമ്മൾ ഇന്നലെ 2-3 പേര് അങ്ങനെ പറഞ്ഞു. ഓക്കെ, സോ അതാണ് നമ്മുടെ മൈൻഡിൽ എന്താ DD ഫോം എന്ന് പറയുന്നത് V3 ഫോം ആണ്. പക്ഷേ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഈ മാക്സിമം വെർബിന്റെ V3 ഫോമുകൾ EDയിൽ അവസാനിക്കും. ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ എന്നും പറഞ്ഞ് എല്ലാവരും EDയിൽ അവസാനിപ്പിക്കില്ല. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. റാൻഡംലി നാളെ വെറുതെ ഇരിക്കുമ്പോൾ, നാളെ വെറുതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴോ ലഞ്ച് കഴിക്കുമ്പോഴോ നമുക്ക് ഗൂഗിളിൽ കുറേ വെർബിന്റെ V3ന്റെ വർക്ക്ഷീറ്റ് കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വർക്ക്ഷീറ്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. ഒരു പ്രാവശ്യം വായിച്ചു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ? ഒരു പ്രാവശ്യം വായിച്ചത് ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. എല്ലാ വേർഡ്സിന്റെയും V1, V2, V3 ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് യു നോ ഓൾ ദ കോമൺ വെർബ്സ് ദാറ്റ് ഇസ് യൂസ്ഡ്. ഓക്കെ വരദ, ദ പ്രിൻസിപ്പളിന്റെ ക്വസ്റ്റ്യൻ ആണോ? വരദ പറഞ്ഞിട്ട് നോക്കട്ടെ എന്താണ് അവിടെ തെറ്റ് വരുന്നത് നോക്കട്ടെ. ഒരു മിനിറ്റ്. The principal, yes, principal told the parents that they introducing okay new rules to improve discipline. കറക്റ്റ് ആണല്ലോ. ഇതിൽ എന്താ തെറ്റ്? ഇല്ല, അതായത് എക്സ്ക്ലമേറ്ററി മാർക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് അത് എക്സ്ക്ലമേഷൻ അല്ല, ഷീ എക്സ്ക്ലെയിംഡ് എന്ന് നമുക്ക് എഴുതാം. പക്ഷേ ഇതിപ്പോ നോക്കി, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിൻസിപ്പൾ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു റാൻഡം സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാണ്ട് പ്രിൻസിപ്പൾ പാരന്റ്സിനോട് അത് എന്തായാലും നിങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും പറയുന്നില്ല. പ്രിൻസിപ്പൾ പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യു ക്യാൻ ഓൺലി ആസ്ക്ഡോ, ടോൾഡോ, സെഡോ അതൊക്കെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വെറുതെ ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നാളെ ഞാൻ ഫുൾ അവൈലബിൾ ആണ്. ഇഫ് യു വാണ്ട് എനിത്തിങ് യു ക്യാൻ ആസ്ക് ടു യുവർ മെന്റേഴ്സ് ആൻഡ് ദേ വിൽ ഫോർവേഡ് ദ മെസ്സേജ് ടു മീ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി പോയിറ്റ് ഡിവൈസസ് നോക്കാം. ഇനി നമുക്ക് പോയറ്റിക് ഡിവൈസസിലോട്ട് പോവാം. ഓക്കെ, യെസ്, പോയിറ്റ് ഡിവൈസസ്. യെസ്, ഏറ്റവും യൂഷ്വലി ചോദിച്ചു വരുന്ന പോയിറ്റിക് ഡിവൈസസ് ആണ്. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് അലിട്രേഷനിലോട്ട് പോവാം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റേഷൻ ഓഫ് ദി ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനീഷ്യലി വരുന്ന കോൺസണന്റ് സൗണ്ട്സിന്റെ റിപ്പീറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയും? നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷൻ ആൻഡ് അസോണൻസ് ആർ മിയർലി കണക്റ്റഡ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒരെണ്ണത്തിൽ കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ മറ്റേതിൽ എന്ത് സൗണ്ട് ആണ്? യെസ്, ഒരാളെ വിളിച്ചു സർ, മറ്റേതിൽ എന്ത് സൗണ്ട് ആണ്? യെസ്, വിളിച്ചോളൂ സർ. ശ്രീലക്ഷ്മി, മറ്റേതിൽ എന്ത് സൗണ്ട് ആണ് ശ്രീലക്ഷ്മി ഒന്ന് പറഞ്ഞേ. യെസ്, വവൽ സൗണ്ട് ആണ്. പക്ഷെ അലിട്രേഷൻ എന്താണ്? വവൽ സൗണ്ട് അല്ലെങ്കിൽ അലിട്രേഷന് കോൺസണന്റ് സൗണ്ട് തുടക്കത്തിൽ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ അസോണൻസിന് അങ്ങനെയില്ല. സിമിലർ വവൽ സൗണ്ട് എവിടെയെങ്കിലും വന്നാൽ മതി. പക്ഷെ അലിട്രേഷൻ എന്താണ്? ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ദ നെയ്ബറിംഗ് വേർഡ്സ്. പക്ഷെ ഇവിടെ എന്താണ്? സിമിലർ വവൽ സൗണ്ട് വിത്തിൻ ദ വേർഡ്സ്. വിത്തിൻ ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡിൽ എവിടെയെങ്കിലും വന്നാൽ മതി.
ഹി ഈസ് ഹാപ്പി. ഓക്കെ, അപ്പൊ അതാണ് അത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ കണക്റ്റഡ് ആണ് മെറ്റഫറും സിമിലി. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയറക്ട്ലി കമ്പയർ ചെയ്യണം. ഓക്കെ, രണ്ട്, ടൈം ഇസ് എ തീഫ്, സമയം ഒരു കള്ളനാണ് അല്ലെ. നമ്മൾ സമയത്തിനെ കള്ളനായിട്ട് ഡയറക്റ്റ് കമ്പയർ ആണ് എന്ന് പറയാണ്, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറയാണ്. പക്ഷെ സിമിലി അങ്ങനെയല്ല, നമ്മൾ ലൈക്ക്, ആസ് എന്ന് പറയുന്ന വാക്കുകൾ അവിടെ ആഡ് ചെയ്യും. ഓക്കെ, സോ ഇഫ് നിങ്ങളുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കൺഫേം ദാറ്റ് അത് സിമിലി ആണ്. അതേ സമയത്ത് ഇത് ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഫോർ ഷ്യോർ അത് മെറ്റഫർ ആയിരിക്കും. ഓക്കെ, ഈ 4 എണ്ണമാണ് കോമൺലി കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. പേഴ്സോണിഫിക്കേഷൻ. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? യെസ്, ഒരാളെ വിളിച്ചത് വാട്ട് ഇസ് പേഴ്സോണിഫിക്കേഷൻ? എന്താ സർ? ദിയ. എന്താണ് ദിയ കുട്ടി പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാവ്, കിട്ടില്ല. ഓക്കെ, ഞാൻ അതിൽ എക്സ്പെക്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ വാവ് പറഞ്ഞത്. നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ ദിയ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ദാറ്റ് യു ആർ ലാഫിങ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാണ് ദർ ഇസ് എ ബോൾ ദാറ്റ് ലാഫ്സ്. ഒരു ബോൾ ഉണ്ട്, അത് ഇടയ്ക്ക് ചിരിക്കാറുണ്ട്. ബോൾ ചിരിക്കാറുണ്ടോ ദിയ? ഇല്ല. സോ നമ്മൾ ഹ്യൂമൻസിന്റെ ക്വാളിറ്റി നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഐറ്റത്തിനോ വേറെ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള എന്തിനെങ്കിലും നമ്മൾ കൊടുക്കുമ്പോഴാണ് അത് എന്താകുന്നത്? അത് പേഴ്സോണിഫിക്കേഷൻ ആകുന്നത്. ഓക്കെ ഓക്കെ, ദ ലാഫിംഗ് ഡോഗ്. ഓക്കെ, അത് പേഴ്സോണിഫിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, ഒരാളെ വിളിച്ചത് ഏഞ്ചലീന. വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ ഏഞ്ചലീന. പറയേ. ദ ഈറ്റിംഗ് ട്രീ അല്ലേ? ഇപ്പൊ നീ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ ദ ഈറ്റിംഗ് ട്രീ എന്ന് പറയാം അല്ലെ? മരം തിന്ന് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ടേക്കിംഗ് എവറിത്തിങ്, ന്യൂട്രിയൻസ് എല്ലാവരും നമ്മൾ കഴിക്കുന്നത്, അതായത് മനുഷ്യന്മാർ കഴിക്കുന്ന പോലെ കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സോ വി ക്യാൻ സേ ദ വിൻഡ് വിസ്പേർഡ് ത്രൂ ദ ട്രീസ്, അതായത് കാറ്റ് വിസ്പർ ചെയ്തു. വാട്ട് ഇസ് വിസ്പറിംഗ്? യെസ്, അടുത്തുള്ള വിളിച്ചു സർ. അനന്തൻ. എന്താണ് അനന്ത? വിസ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രറ്റ് പറയുക. കാറ്റ് അങ്ങനെ സീക്രട്ട് പറയുന്നു അല്ലേ? അത് നമ്മൾ മനുഷ്യന്മാരുടെ ക്വാളിറ്റി നമ്മൾ സീക്രട്ട് പറയുന്ന പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മനുഷ്യന്മാരുടെ ക്വാളിറ്റി ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഗിവിങ് ഹ്യൂമൻ ട്രേറ്റ്സ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. ഓക്കെ, ഇനി ഹൈപ്പർ ബോളെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഹൈപ്പർ ബോളെ. ഹൈപ്പർ ബോളെ എന്ന് പറഞ്ഞാൽ തള്ള് പറയുമ്പോഴാണ് അവിടെ ഹൈപ്പർ ബോളെ വരുന്നത്. തള്ളിനെയാണ് നമ്മൾ ഹൈപ്പർ ബോള അല്ലെങ്കിൽ ഹൈപ്പർ ബോലെ എന്ന് നമ്മൾ പറയുന്നത്. ഫുള്ള് തള്ളായിരിക്കും അതിനകത്ത്. ഇപ്പോൾ എന്താണ് വേർഡ്സ്വർത്തിന്റെ ഒരു പോയുണ്ട്, ഐ സാറ്റ് അറൗണ്ട് എ മില്യൺ ട്രീസ്. ഞാൻ നടുക്കും എൻ്റെ ചുറ്റും ലക്ഷക്കണക്കിന് മരങ്ങളും. അത് പോസിബിൾ ആണോ? യെസ്, ഒരാളെ വിളിച്ചത് സർ. എൻ്റെ ചുറ്റും, എൻ്റെ സർക്കംഫറൻസിൽ ചുറ്റും എന്താണ്? മരങ്ങളാണ് എന്നാണ് അദ്ദേഹം കവിതയിൽ പറയുന്നത്. യെസ്, ഒരാളെ വിളിച്ചത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? വേണ്ട, അതിനേലും റിലേറ്റബിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. യെസ്, അടുത്തൊരാളെ വിളിച്ചത് സർ. പ്രയാഗ് അത് പോസിബിൾ ആണോ? അയാൾ ഇരിക്കുന്ന ആളുടെ ചുറ്റും ലക്ഷക്കണക്കിന് മരം ഉണ്ടെന്നാ പറയണേ. അത് നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റുന്ന മരങ്ങളെ നമ്മുടെ സർക്കംഫറൻസിൽ ഉണ്ടാവുള്ളൂ. അത് പോട്ടെ, വേറൊരെണ്ണം പറയാം. നമ്മൾ 2 പ്രാവശ്യം അമ്മ കിച്ചണിൽ നിന്ന് വിളിക്കുന്നു എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അമ്മ വന്നിട്ട് പറയാണ്, എടാ ഞാൻ നിന്നെ ഒരു 100 പ്രാവശ്യം വിളിച്ചില്ലേ. അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഹൈപ്പർ ബോൾ. അങ്ങനെ പറയാറില്ലേ പ്രയാഗെ? ഇല്ല, അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അച്ഛനും അമ്മയും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എത്ര വിളിച്ചാലും വിളി കേൾക്കില്ല. 100 വട്ടം വിളിച്ചു, 1000 വട്ടം വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 3ഓ 4ഓ വട്ടം അങ്ങേയറ്റം വിളിച്ചിട്ടുണ്ടാകും. പക്ഷെ ദേ ആർ എക്സാജറേറ്റിംഗ്. അത് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് നീ കേട്ടില്ല എന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന, ഹൈപ്പർ ബോളെ എന്ന് പറയുന്ന ഒരു പോയിറ്റിക് ഡിവൈസ് അവിടെ വരുന്നത്. അപ്പൊ ഹൈപ്പർ ബോളെ ക്ലിയർ അല്ലേ? എക്സാജറേഷൻ ആണ് കേട്ടോ ഹൈപ്പർ ബോളെ എന്ന് പറയുന്നത്. ഇനി ഓണോമെറ്റോപ്പിയ. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഇതെന്താണ്, പക്ഷെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോയിറ്റിക് ഡിവൈസ് ആണ് ഓണോമെറ്റോപ്പിയ. ഓണോമെറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് സൗണ്ടുകൾ.
നാച്ചുറൽ സൗണ്ടുകളിനെയാണ്, ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്സ്. ഇപ്പോൾ നിങ്ങൾ ടൈഗർ, എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ ദ ടൈറ്റിൽ ഓഫ് ദാറ്റ് ചാപ്റ്റർ. ടൈഗറിന്റെ ഒരു ചാപ്റ്റർ ഇല്ലേ, ടൈഗറിന്റെ സിറ്റുവേഷൻ ഇൻ ദ സൂ ആൻഡ് ഇൻ ദ ഫോറസ്റ്റ്. എന്താണ് ആ ചാപ്റ്ററിന്റെ പേര്? ഒരാൾ പറഞ്ഞേ, എന്താണ് ആ ചാപ്റ്ററിന്റെ പേര്? കൃഷ്ണവേണി. എന്താണ് കൃഷ്ണവേണി ആ ചാപ്റ്ററിന്റെ പേര് ഒന്ന് പറഞ്ഞേ. ടൈഗർ ഇൻ ദ സൂ. അതിനകത്ത് അവിടെ റോർ എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ട്. ഓക്കെ, റോർ, ടൈഗർ റോഴ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ റോർ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അത് ഓണോമെറ്റോപ്പിയയുടെ എക്സാമ്പിൾ ആണ്. ബിക്കോസ് അത് സൗണ്ടാണ്. എന്തിന്റെ സൗണ്ടാണ്? ഒരു നാച്ചുറൽ സൗണ്ടാണ്. ഉണ്ടാക്കുന്നതല്ല, നാച്ചുറലി ഉണ്ടായി വരുന്നൊരു സൗണ്ട്. ആരുടെ സൗണ്ട്? ടൈഗറിന്റെ സൗണ്ടാണ്. ഇനി റൈമിങ്. റൈം എന്ന ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് എന്താണ്? അത് റൈമിംഗ് ആണ്. അതായത് സൗണ്ടുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴാണ് അവിടെ റൈം വരുന്നത്. ഇമേജറീസ്, കുറെ ഇമേജറീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ ഇമേജറീസ് അറിയുന്നവരൊക്കെ ഒന്ന് അറ്റൻഡ്. എല്ലാ ഇമേജറീസും യുനോ. നമുക്ക് വിഷ്വൽ ഇമേജറി ഉണ്ട്, ഓഡിറ്ററി ഇമേജറി ഉണ്ട്, പിന്നെ എന്താണുള്ളത്? വേറെ എന്തുണ്ട്? വിഷ്വൽ, ഓഡിറ്ററി, സെൻസറി ഇമേജറി ഉണ്ട്. അതായത് പോയിറ്റ് ഇസ് ഫീലിംഗ് സംതിങ് വിത്തിൻ ഹിംസെൽഫ്. ആ കവിതയിൽ പോയിറ്റ് പറയാണ് ദ വിൻഡ് ഡാൻസ്ഡ് അക്രോസ് മൈ സ്കിൻ എന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് ഫീലിംഗ് ദാറ്റ് വിൻഡ്. അദ്ദേഹം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തിന്റെ എക്സാമ്പിൾ ആയി മാറിയത്? സെൻസറി ഇമേജറിയുടെ എക്സാമ്പിൾ ആയിട്ട്, ബിക്കോസ് ഹി കൻ സെൻസ് ഇറ്റ്. ഓക്കെ, സോ അങ്ങനെ കുറെ ഇമേജറീസ് എന്തുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഐറണി. ഇതുപോലെ തന്നെ ഗെസ്റ്റേറ്ററി ഉണ്ട്. ഓക്കെ, എനിക്ക് എല്ലാവരും ഓർമ്മ വരുന്നില്ല. പിന്നെയും ഉണ്ട് ഗെസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ. ഗെസ്റ്റേറ്ററി എന്തായിരിക്കും? ഈസ് ഒരാൾ വിളിച്ചത് സർ. ബയോളജിയിൽ അങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഗെസ്റ്റേറ്ററി? യെസ്, ഒരാൾ വിളിച്ചത് സർ. എന്തായിരിക്കും സർ ഗെസ്റ്റേറ്ററി ഇമേജറി എന്ന് പറഞ്ഞാല്? ഗെസ്റ്റേറ്ററി ടേസ്റ്റ്. ഓക്കെ, ഗെസ്റ്റേറ്ററി ഇമേജറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണ് ദ മാംഗോ ഐ ഹാഡ് വാസ് ജ്യൂസി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഹീസ് ഹാവിങ് സംതിങ്, ഹീസ് ഗെറ്റിംഗ് ദ ടേസ്റ്റ് ഓഫ് ദാറ്റ് മാംഗോ. സോ അങ്ങനത്തെ ഒരു കേസിൽ എന്താണ്? അത് ഗെസ്റ്റേറ്ററി ഇമേജറി ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ട് ഓൾഫാക്ടറി ഇമേജറി. എന്തായിരിക്കും ഓൾഫാക്ടറി ഇമേജറി? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. യദു. എന്താണ് യദു? ഓൾഫാക്ടറി ഇമേജറി. സ്മെൽ. ഓൾഫാക്ടറി ഇമേജറി സ്മെല്ലാണ്. സോ അങ്ങനെ നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജറീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഇതൊക്കെ എന്താണ്? സെന്റ് ഓഫ് ദ ഫ്രഷ് പൈൻ ഫിൽഡ് ദ എയർ. എന്താണ്? അത് ഓൾഫാക്ടറി ഇമേജറിയുടെ എക്സാമ്പിൾ ആണ്. ഇനി ഐറണി, എക്സ്പ്രഷൻ വേർ ദ ഇന്റൻഡഡ് മീനിങ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ലിറ്ററൽ മീനിങ്. അതായത് കവി ഉദ്ദേശിച്ച അർത്ഥമല്ല ടുവേർഡ്സ് ദ ലാസ്റ്റ് നമുക്ക് കിട്ടിയതെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്താണ്? അത് ഐറണിയാണ്. സീയിങ് ഗ്രേറ്റ് വെദർ ഡ്യൂറിങ് ദ സ്റ്റോം. സ്റ്റോം എന്താണ്? സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ സമയത്ത് നമ്മൾ പറയണ അടിപൊളി വെതർ. അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമല്ലേ? ശരിക്കും സ്റ്റോമിൽ നമുക്കറിയാം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരിക്കും, വെതർ വളരെ വേഴ്സ് ആയിരിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ പറയണം അടിപൊളി സ്റ്റോം എന്ന് പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ ആൺ ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ ആൺ ചെയ്യുക. വെരി നൈസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇത് വായിച്ചു നോക്കാം. ഞാൻ 5 മിനിറ്റിൽ തിരിച്ചു തരാം. ഓക്കെ, ഒന്ന് ഇത് വായിച്ചു നോക്കാം. ആ ഒരു മീറ്റിംഗ് ലീവ് ഒന്നും ചെയ്യണ്ട, കഴിഞ്ഞിട്ടില്ല. ഒന്ന് ഇത് വായിച്ചു നോക്കാം ആൻഡ് ഐ വിൽ കം ബാക്ക്. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പോൾ പോയിട്ട് ഡിവൈസ് ക്ലിയർ അല്ല. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് അനഫോറ, റിപ്പിറ്റേഷൻ, പിന്നെ അങ്ങനെ കുറച്ചുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്നത് മാത്രം എടുത്തിട്ടാണ് ഞാൻ സ്ലൈഡ് കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുക? അത് മാത്രം പഠിക്കുക. ഫാത്തിമ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണ്ടല്ലോ. ആ നജീഹ ഇല്ല, വെറുതെ ചോദിച്ചാൽ ചിരിച്ചോളൂ. ആ കുട്ടി ചിരിയും നിർത്തി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഗ്രാമർ പോർഷൻസ് തന്നെയാണ് വീണ്ടും. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോവാണ്. അപ്പോൾ യെസ് ചെയ്യുക, ആൻസേഴ്സ് പറഞ്ഞു പോവുക. ഓക്കെ, അപ്പോൾ ഒരു സ്ലൈഡ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? ഒരു സ്ലൈഡ് ചെയ്യാൻ വേണ്ടി എത്ര മിനിറ്റ് വേണം? നമുക്കൊരു 5 സ്ലൈഡ് അടുപ്പിച്ച് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡാൻ സെബാസ്റ്റ്യൻ ആണോ? ഓക്കെ ഓക്കെ, അപ്പോൾ ധാൻ സെബാസ്റ്റ്യൻ എത്ര മിനിറ്റ് വേണം ഡാൻ ഫോർ 1 ക്വസ്റ്റ്യൻ? 2 ഇങ്ങനെ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ എങ്കിൽ 1 മിനിറ്റ് സമയം. അതേ സമയത്ത് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ സർ 5 മിനിറ്റ് ടൈമർ ഇട്ടോളൂ. ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാറ്റും.
അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടൈമിൽ ചെയ്യുക കേട്ടോ. എല്ലാവരും എഴുതിക്കോ, വെറുതെ ഇരിക്കണ്ട, വെറുതെ സ്ക്രീനിൽ നോക്കി ആൻസർ സ്വയം പറഞ്ഞു നോക്കണ്ട, എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ, എല്ലാവരും എഴുതുക. യെസ്, ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആൻസേഴ്സ് ചെക്ക്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ കണ്ടൊരു വാക്കാണ് എൻജാപ്മെന്റ്. എൻജാപ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കുത്തും കോമയും ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇല്ലാണ്ട് ഒരു പോയത്തിൽ ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ലൈനിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻജാപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻജാപ്മെന്റ് മിക്ക പോയത്തിലും നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എൻജാപ്മെന്റ്. ബാക്കി അലിട്രേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് പോർഷൻസിലോട്ട് വരാം. കമോൺ, ഇത് പെട്ടെന്ന് തീർക്കാം നമുക്ക്. യെസ്, ഒരാളെ വിളിച്ചേ സർ. യെസ്, സഞ്ജന. അഞ്ജന സർ, അഞ്ജന എന്നാണ്. ഓക്കെ, യെസ്, സഞ്ജന പറഞ്ഞോളൂ. I believe that with your support and cooperation, നമുക്ക് കറക്റ്റ് പറഞ്ഞു പോയിക്കോ. cooperation, we can find a mutually agreeable solution that meets the expectation of all the stakeholders ഇൻവോൾവ്ഡ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു തരുന്നൊരു കാര്യം വേറൊന്നുമല്ല, നമ്മളൊരു സപ്പോർട്ട് ആൻഡ് കോർപ്പറേഷൻ ഫോർ ഡൂയിങ് സർട്ടൻ വർക്ക്, നമ്മളൊരു പണി ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കാര്യം, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, വി ഷുഡ് കോർപ്പറേറ്റ്. അപ്പോൾ ബൈ കോർപ്പറേറ്റിംഗ്, ഓക്കെ, ഐ ബിലീവ് ദാറ്റ് വിത്ത് യുവർ സപ്പോർട്ട് ആൻഡ് ബൈ കോർപ്പറേറ്റിംഗ്. ഓക്കെ, അതായത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ കോർപ്പറേറ്റ് ചെയ്യണം ബൈ കോർപ്പറേറ്റിംഗ്, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ബൈ കോർപ്പറേറ്റിംഗ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ബൈ പ്ലസ് വെർബിന്റെ കൂടെ ING ഫോം ചേർത്തത്? അത് വേറൊന്നുമല്ല, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ദാറ്റ് വി ഷുഡ് ഡു ഇറ്റ് ആൻഡ് വി ആർ ലയബിൾ ടു ഡു ഇറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ബൈ കോർപ്പറേറ്റിംഗ് എന്നുള്ളൊരു വാക്ക് വന്നത്. ഓക്കെ, കോർപ്പറേഷൻ ഇസ് അബ്സല്യൂട്ട്ലി റോങ്. നമുക്ക് പെട്ടെന്ന് കോർപ്പറേഷൻ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നും, അല്ലേ? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്, കോർപ്പറേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അതല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇവിടെ വരുന്നത്. ചിലത് നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ബൈ കോർപ്പറേറ്റിംഗ് എന്നുള്ളൊരു വാക്ക് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ഇത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും. എറർ ആൻഡ് കറക്ഷന്റെ യെസ്, ഒരാളെ വിളിച്ചേ സർ. ആദിൽ, യെസ്, ആദിൽ പറഞ്ഞ. ആദിൽ, എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഹലോ, എന്താണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്, എന്താണോ ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ. ഒന്നും തെറ്റായിട്ട് തോന്നണല്ലേ, സത്യം പറ, അങ്ങനെയല്ലേ ഇപ്പൊ ഒരവസ്ഥ അല്ലേ അതില്? യെസ്, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ, പക്ഷെ വീണ്ടും വീണ്ടും ഒരു കുന്ന് നമ്മൾ വായിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കിക്കേ, ഫോർ അവോയ്ഡ് ഡാമേജിങ് ദി അപ്ലയൻസസ് ഡു നോട്ട് ഇമേഴ്സ് ദി ഇലക്ട്രിക് കുക്കർ ഇൻ വാട്ടർ ഓർ എനി അതർ ലിക്വിഡ്. ലിക്വിഡ് ഒന്നും തെറ്റല്ല, എനി അതർ ലിക്വിഡ്സ് അതൊക്കെ കറക്റ്റ് ആണ്. ഫോർ അവോയ്ഡ് എന്ന് പറയില്ല, ഫോർ അവോയ്ഡിങ് ദ ഡാമേജ് എന്നേ നമ്മൾ പറയുള്ളൂ. ഫോർ അവോയ്ഡ് ഡാമേജിങ് ദ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ അവിടെ എന്ത് വരും? ഫോറിന് പകരം അവിടെ എന്ത് വരണം? ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഫോർ അവോയ്ഡ്. യെസ്, അടുത്തൊരാളെ വിളിച്ചത് സർ, ഫോർ അവോയ്ഡ്. അതടുത്ത് എന്തായിരിക്കും വരാ? യെസ്, ആമിന. എന്തായിരിക്കും ആമിനെ വരാ ഫോർ അവോയ്ഡിന് പകരം? യെസ്, വെരി ഗുഡ്. ഒന്നും കൂടെ പറയോ, ഉറക്കെ. ഇതാണോ ഉദ്ദേശിച്ചത്? യെസ്, ടു അവോയ്ഡ്. നിങ്ങൾ വെറുതെ ലിക്വിഡിലൊന്നും പോകണ്ടട്ടോ. നമ്മൾക്ക് പെട്ടെന്ന് ലിക്വിഡ്സ് ആണോ, നിങ്ങൾ ഇത്രയൊക്കെ ചിന്തിച്ചോ? നമ്മൾ തുടക്കം ഫോർ അവോയ്ഡ് ഡാമേജിങ്, അത് സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. സോ അങ്ങനെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്, ഫസ്റ്റ് വായനയിൽ തന്നെ നിങ്ങൾക്ക് ഒരു പന്തികേട് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, അത് ഉറപ്പിച്ചോളൂ. രണ്ടാമത് നിങ്ങൾ അതിന് റീതിങ്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് വീണ്ടും തെറ്റും. ഇനി അടുത്തത് കോൺവെർസേഷൻ ആണ്. യെസ്, Amit and Pallavi had a conversation about inauguration of Pallavi's event. Report Amit's question. Report ചെയ്ത അമിത്തിന്റെ ക്വസ്റ്റ്യൻ. യെസ്, ഒരാളെ വിളിച്ചേ സർ. ചിന്മയ്. യെസ്, ചിന്മയ് പറഞ്ഞോളൂ. റിപ്പോർട്ട് ദ ക്വസ്റ്റ്യൻ. യെസ്, ചിന്മയ് പറഞ്ഞോ.
Amit asked Pallavi if she had managed to got any sponsor for the inauguration event scheduled for the next month. ഒന്നുകൂടെ പറയോ, ലാസ്റ്റ് ടൈം ഞാൻ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ പറയോ ചിന്മയി. Amit asked asked Pallavi if she had managed to get any sponsor for the inauguration event scheduled for the next month. നെക്സ്റ്റ് മന്ത് പറയോ. അതാണ് അവിടെയാണ് തെറ്റ് പറ്റിയത്. നെക്സ്റ്റ് മന്ത് നമ്മൾ പറയോ. നമ്മളിപ്പോ ടുമോറോനെ നമ്മൾ ഫോളോയിങ് ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത മന്തിന് സോ യു ഷുഡ് സേ ദ ഫോളോയിങ് മന്ത്. ഓക്കെ, അപ്പൊ ഫോളോയിങ്. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ കമ്മിങ് എന്നുള്ള വാക്ക് ചേർക്കാൻ പറ്റുമോ? അത് ചേർക്കാൻ പറ്റില്ല. ഞാനത് നോക്കി. കമ്മിങ് ഡേ എന്ന് നിങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അത് ചേർക്കാൻ പറ്റില്ല. ഓക്കെ, കമ്മിങ് നിങ്ങൾ ഫോളോയിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങനെ എന്തോ ഒരു വാക്ക് അവിടെ വന്നു. അപ്പോൾ കമ്മിങ് എന്തായാലും നമുക്ക് ചേർക്കാൻ പറ്റില്ല. ഓക്കെ, ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ഫോളോയിങ് മന്ത് എന്ന് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. യെസ്. അപ്പൊ നമുക്ക് അടിയിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഗീതയുടെ റിപ്ലൈ ബാക്ക് എന്തായിരിക്കും? മിസ് അടുത്ത ആൾ വിളിച്ചത് സർ. ആൽഫിൻ പറഞ്ഞോളൂ. ആൽഫിനെ എന്തായിരിക്കും ഗീതയുടെ റിപ്ലൈ ബാക്ക്? പറഞ്ഞോ. Geeta replied in the negative and said that. എന്തായിരിക്കും ഗീത പറഞ്ഞിട്ടുണ്ടാവാ? ഇതാണ് ഗീത പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഇതിനൊന്ന് റിപ്പോർട്ട് ചെയ്തേ. കമോൺ, ടൈം വേസ്റ്റ് ചെയ്യല്ലേ. കമോൺ. യെസ്, അടുത്ത വിളിച്ചോളൂ സർ. ശ്രീരാജ് അല്ലേ? ഹലോ ശ്രീരാജ് ആണോ ശ്രീരജ് ആണോ? സാർ പറഞ്ഞ ശ്രീരജ് ആണ്. യെസ്, എന്തെങ്കിലും ആവട്ടെ, നല്ല പേരാണ് രണ്ടും. യെസ്, വിളിച്ചോളൂ, പറഞ്ഞോളൂ ശ്രീരാജ്. എന്ത് വരും? She said that no വേണ്ട. അത് ഗീത പറഞ്ഞ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗീത നെഗറ്റീവ്ലി ആണ് ആൻസർ ചെയ്തതെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ഷീ സെഡ് നോ. അതാണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ എന്ത് പറയും? ദാറ്റ് ഷീ വാണ്ടാണോ വാണ്ടഡ് ആണോ? പാസ്റ്റ് ടെൻസിൽ ഷീ വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം. ബാക്കി പറഞ്ഞേ. ആൻഡ് ഗീത ഹിസ്സ ഫ്രണ്ട്സ് ഓക്കെ ഓവർ. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, ഡൺ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, എപ്പോഴും പാസ്റ്റ് ടെൻസിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ED V3 ഫോം അതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി. അത് കൂടാണ്ട് ഇവിടെ തെറ്റുകൾ വരാം. ഓക്കെ, ഹെർ പേര് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ഫീമെയിൽ നെയിം ആണെങ്കിൽ യൂസ് ഹെർ. അതേ സമയത്ത് പേര് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നാണെങ്കിൽ യൂസ് എനി ഓഫ് ദ പ്രോനൗൺ വിച്ച് ഇസ് സ്യൂട്ടബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോകാം. ഇവിടെ ഉണ്ട് അതിന്റെ ആൻസർ. ഞാൻ നിങ്ങൾക്ക് ആൻസർ കാണിക്കാണ്ടിരുന്ന വേറൊന്നുമല്ല, ആർദ്ര പറഞ്ഞുകൊണ്ടാണ് ആൻസർ കാണിക്കാണ്ടിരുന്നത്. ആർദ്ര ഉണ്ടോ സാർ ഇവിടെ? ആർദ്ര പറഞ്ഞു ആൻസർ കാണിക്കേണ്ടെന്ന്. ആർദ്ര പറഞ്ഞത് കൊണ്ട് ഞാൻ കാണിച്ചില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലാസ്റ്റ് വൺ. യെസ്, ഇന്നിപ്പോ ചെയ്ത ലാസ്റ്റ് വൺ. യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. ജാക്വിസ് എന്ന് പറഞ്ഞ ജാക്വിസ് നമുക്ക് മാൻഡേറ്ററി, ഒബ്ലിഗേറ്ററി, ഇൻഡിസ്പെൻസിബിൾ എന്ന് പറയുന്ന 3 വാക്കുകളുണ്ട്. സോ വിച്ച് വൺ ഇസ് ദ കറക്റ്റ് വൺ? യെസ്, പറഞ്ഞോളൂ. വെരി ഗുഡ്. മാൻഡേറ്ററി ആണ് ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഒബ്ലിഗേറ്ററിയുടെ അർത്ഥം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഒബ്ലിഗേറ്ററി ഒന്ന് ഓർത്ത് നോക്കിയേ, അതങ്ങനെ ഫോർമൽ മീറ്റിംഗ്സിനും നോട്ടീസിനും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇൻഡിസ്പെൻസിബിൾ, അതിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയോ? എനിവൺ? ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എനി ഐഡിയ? ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ വെരി നെസസറി, അബ്സല്യൂട്ട്ലി നെസസറി എന്നുള്ളൊരു മീനിങ് ആണ് ഇൻഡിസ്പെൻസിബിളിന്റെ അർത്ഥം. പക്ഷെ അതവിടെ അത്ര അടിപൊളിയല്ല. ഇറ്റ് ഇസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ഓൾ ടു അറ്റൻഡ് എന്ന് പറയുമ്പോൾ അത് അത്ര ആക്യുറേറ്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ മാൻഡേറ്ററി എന്നുള്ളൊരു വാക്ക് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ സോ ഫോർ ദിസ് യുവർ വെക്കാബുലറി ഷുഡ് ബി വെരി ഗുഡ്. നിങ്ങളുടെ വൊക്കാബുലറി നല്ലതറിയാം, അതിന് വേണ്ടി നിങ്ങൾ വായിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും 10th ഇംഗ്ലീഷ് ഇങ്ങനെയാണെങ്കിൽ +1 എന്തായിരിക്കും? +1 ഇംഗ്ലീഷ് ഭയങ്കര ഹാർഡാണ് കേട്ടോ. അതിനകത്ത് കൂടുതലും നമ്മുടെ രീതിക്ക് എഴുതാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ നല്ല ക്വാളിറ്റി വേണം. അതാണ് CBSE എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രം യു ഗൈസ്. ഓക്കെ, സോ ഇപ്പൊ തന്നെ എന്ന് ഞാൻ പറയില്ല,
10th കഴിഞ്ഞ ചില്ലൊക്കെ ആയിട്ട് ഡെയിലി ബേസിസിൽ എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു എഡിറ്റോറിയലോ അറ്റ്ലീസ്റ്റ് വായിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് യുവർ വൊക്കാബുലറി എക്സ്പാൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ വൊക്കാബുലറി എത്രത്തോളം എക്സ്പാൻഡ് ആവുന്നു, നിങ്ങൾ എഴുതുന്ന ആൻസർ അത്രത്തോളം ക്വാളിറ്റി കൂടും അതിന്റെ. സോ മേക്ക് ഷുവർ യു ആർ ഇൻകൾക്കേറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ യുവർ ലൈഫ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. യെസ്, ചെയ്തോളൂ, ആരും ചെയ്യാണ്ടിരിക്കരുത്, എക്സസൈസുകളാണ്, ചെയ്തോളൂ. ഓക്കെ, യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒട്ടും തന്നെ വൈകാണ്ട്. യെസ്, ആയത്തല്ല വിളിച്ചോളൂ സർ. ഫാത്തിമ സെഹറ. ഫാത്തിമ കുട്ടി ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും ഇവിടെ ആൻസർ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. Has been a journey. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഹാവ് ആണ് എറർ, ഹാസ് ആണ് കറക്ഷൻ. വെരി ഗുഡ്. യെസ്, ഇനി അടുത്തൊരാൾ വിളിച്ചത് സർ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ശ്രീലക്ഷ്മി കുട്ടി ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്, സി ഓപ്ഷൻ ആണ്. The advent of social media has revolutioned communication by connecting people. By connected people is absolutely wrong. By connecting people across the globe in presented way. Very good. അതും കറക്റ്റ് ആണ്. യെസ്, അടുത്ത ആൾ വിളിച്ചോളൂ സർ. നീ എന്താ സർ? ലിഡ. യെസ്, ലിഡ പറഞ്ഞോളൂ. ലിഡ. As I embarked എന്നല്ലേ പറഞ്ഞത് ആദ്യം? എംബാർക്ക്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആസ് ഐ എംബാർക്ക് ഇല്ല, ഐ എംബാർക്ക്ഡ്. ഐ സ്റ്റാർട്ടഡ് ഓൺ എ ന്യൂ പ്രോജക്റ്റ്. ഞാനൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, സ്റ്റാർട്ട് ചെയ്തതാണത്. അപ്പോൾ യു ഷുഡ് സേ എംബാർക്ക്ഡ്. എംബാർക്ക് എന്ന് പറഞ്ഞാൽ ഷീസ്, അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ആയിപ്പോ. സോ യു ഷുഡ് സേ, അത് പറയുമ്പോൾ എങ്ങനെ പറയണം? അവൾ അത് ചെയ്തു തുടങ്ങി, അവൾ അത് തുടങ്ങി എന്നുള്ള രീതിയിൽ വേണം യു ഷുഡ് സേ. സോ യു ഷുഡ് യൂസ് ദ വേർഡ് എംബാർക്ക്ഡ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഉള്ള തമ്പ കാണിച്ച സ്ക്രീനിൽ ഓക്കെ ആണെങ്കിൽ അതായത് തുടങ്ങി, അതാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. എന്താ പറ്റി? ആർക്കും തെറ്റിപ്പോയത് ഇല്ല. ഓക്കെ, യെസ്. ഇനി അടുത്ത ആൾ വിളിച്ചോളൂ സർ. അഗെയിൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഇത് വരുന്നുണ്ട്. യെസ്, വിഷ്ണു. യെസ്, വിഷ്ണു പ്ലീസ് പറഞ്ഞോളൂ. That he had a wide range of sports. ഓക്കെ, ഞാൻ ഇവിടെ എഴുതണേ അത്. ഓക്കെ, പറഞ്ഞോളൂ. That he had a wide range of sports. Very good. A wide range of sportswear. Very nice. Sportswear. Very good. Yes. ഇനി അടുത്തൊരാളെ വിളിച്ചോളൂ സർ. വെരി ഗുഡ്. യെസ്, മാളവിക. യെസ്, മാളവിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും MCQ ആണ്. യെസ്, മാളവിക പറഞ്ഞോളൂ. ഇത് ചെയ്തില്ല, എന്നാ പെട്ടെന്ന് വായിച്ചിട്ട് പറഞ്ഞോളൂ. ഐ ക്യാൻ വെയിറ്റ് ഫോർ യു. എന്തോ? റെഡ്യൂസ്, റീയൂസ്, റിസൈക്കിൾ, ദാറ്റ്സ് ദ കീ. ടു പ്രിസർവ്. ടു പ്രിസർവ്ഡ് പറയില്ല. ഫോർ പ്രിസർവ്ഡ്, ഫോർ പ്രിസർവ്, ഫോർ പ്രിസർവിങ് അവർ വേൾഡ്, ഫോർ യു ആൻഡ് മീ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ടു പ്രിസർവ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? തമ്പ് കാണിച്ച സ്ക്രീനിൽ അത് സിമ്പിൾ അല്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഓരോന്ന് വേർഡ് ഇട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അതിന് മാച്ച് ആവുന്നത് എന്നുള്ളത്. യെസ്. അയ്യോ, ചെയ്ത അങ്ങോട്ട് പോയല്ലേ നമ്മള്. റിയലി സോറി. ഇതുണ്ടായിരുന്നു, ഞാൻ അത് കാണിക്കാത്ത ക്വസ്റ്റൻ ആയിരുന്നു. ഐ എം റിയലി സോറി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിംഗ് ദ കറക്റ്റ് ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദി അനൗൺസ്മെന്റ് ഓൺ എ ഫ്ലൈറ്റ്. യെസ്, പറഞ്ഞോളൂ. യെസ്, ആയത്ര വിളിച്ചോളൂ സർ. സുദർശൻ. സുദർശൻ പറഞ്ഞോളൂ. സുദർശൻ സർ എവിടെ? ഓക്കെ, സുദർശൻ പറഞ്ഞോ. In 30 minutes of flight attempts will pay meal services. Will A ആണോ B ആണോ ആൻസർ? ഏതാണ്? A ആണോ B ആണോ C ആണോ D ആണോ? In the 30 minutes of flight attempts will begin. B. B ആണ് കറക്റ്റ് ആൻസർ. വിൽ ബിഗാൻ എന്ന് പറയില്ല, വിൽ ബിഗിൻ. ഇപ്പൊ തുടങ്ങും, തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങാൻ പോണുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്, ഇറ്റ് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. അതാണ് നമ്മൾ അവിടെ വിൽ ബിഗിൻ ചേർക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ സ്ലൈഡുകളൊക്കെ ഒന്ന് മാറ്റിക്കേ, എല്ലാവരും ഒന്ന് കാണാൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്ത് പോയി. ഇത് നമുക്ക് ടു പ്രിസർവ് കിട്ടി. ഇനി അടുത്തത് യെസ്, ഈ എറർ ആൻഡ് കറക്ഷൻ ഒന്ന് ചെയ്തേ.
പ്ലീസ് റിഫ്രെയിൻ ബൈ സ്റ്റാൻഡിങ് നിയർ ദ ഡോർ ആസ് ഇറ്റ് കുഡ് ലീഡ് ടു ആൻ ആക്സിഡന്റ്. യെസ്, പറഞ്ഞോളൂ, എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ് യെസ്, അഞ്ജനക്കുട്ടി, അഞ്ജന ഒന്ന് പറഞ്ഞേ. അഞ്ജനെ, അഞ്ജന, യെസ് അഞ്ജന ഒന്ന് പറഞ്ഞേ. അഞ്ജന, എന്തായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് വായിക്കുമ്പോൾ തോന്നും ഇത് എന്തൊരു അടിപൊളി സെന്റൻസ് ആണ്, ഇതിൽ എന്താണ് CBSE കണ്ടുപിടിച്ച തെറ്റെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിലൊരു തെറ്റുണ്ട്. യെസ്, വെരി ഗുഡ്. ബൈ ആണ് തെറ്റ്. പക്ഷെ ബൈക്ക് പകരം എന്ത് വേണം? റിസ്നെ, എവിടെയായിരുന്നു നീ? നിന്നെ വേറെ എവിടെന്നോ. ഓക്കെ, വെരി ഗുഡ്. ബൈ കിട്ടി അഞ്ജന. അഞ്ജനയ്ക്ക് അടുത്ത തപ്പിക്കോളൂ. എന്താണ്? എന്റെ റിസ്നെ, ഞാൻ ഒരു ദിവസത്തിൽ താടിയും മീശയും വെച്ച് വന്ന പോലെ തോന്നിയോ രാഹുൽ സാറിനെ കണ്ടപ്പോ? ഇന്നലെ നീ എന്നെ കണ്ടില്ല? അപ്പോ ഇത്രയും വലിയ മുടി വെട്ടി ഞാൻ താടിയും മീശയൊക്കെ വെച്ച പോലെ ആയോ എന്റെ അഞ്ജന? റിസ്ന, റിസ്ന, ആ അതന്നെ എന്തോ പറയണ്ട്. ചേച്ചി മണ്ടത്തിയാണെന്ന് എന്താ പറഞ്ഞേ? നിന്നെ പറഞ്ഞിരുന്നേ, ഉമ്മച്ചിയും പറയണ്ട് നിന്നെ പറഞ്ഞിരുന്നു. അതെ, ഗ്രൂപ്പിൽ കണ്ടപ്പോ അതിൽ കേറാന്ന് വിചാരിച്ചിട്ട് നോമ്പല്ലായിരുന്നു. ആ എനിക്ക് മനസ്സിലായി. ഇന്ന് നോമ്പ് സ്റ്റാർട്ടിങ് കേറിയില്ല റിസ്ന? ഫസ്റ്റ് കേറില്ല. അപ്പൊ ആ സ്ഥലത്ത് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ. സ്കൂളുണ്ടായിരുന്നു 5:30. എന്നാലും ഫിസിക്സ് മനസ്സിലാവാണ്ട് ഇംഗ്ലീഷ് ക്ലാസ് അതാണ് കുഴപ്പമില്ല. ആ ഇന്ന് ഇവിടെയും ഫുള്ള് ഇംഗ്ലീഷ് പ്രാക്ടീസ് ആണ്. ഇന്ന് ഫുള്ള് ഇന്നൊന്നും പഠിപ്പിക്കണില്ല. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്ത് പഠിക്കലായിരുന്നു ഇന്ന്. ഓക്കെ റിസ്ന, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ അതൊന്ന് ഗ്രാമറിൻ്റെ ഒന്ന് വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, ഞാൻ പറയട്ടെ, 2x കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ 2x മുഹമ്മദ് സിനാൻ ഉണ്ടാവും. സൂപ്പറായിട്ട് ആൻസർ പറഞ്ഞു. 2x കണ്ടാൽ മതി, മനസ്സിലാവും. ഓക്കെ യെസ്. അപ്പൊ നമുക്ക് ബൈന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വിളിച്ചത് സർ എഡ്വേർഡ്. എന്ത് യൂസ് ചെയ്യും എഡ്വേർഡ്? ഇൻ ടു സ്റ്റാൻഡിങ് നിയർ. നിക്കൂടാ, അങ്ങനെ പറയണ പോലെ ഇപ്പോ. ഓക്കെ, ടു സ്റ്റാൻഡിങ്, ഈസ് സ്റ്റാൻഡിങ്. എടാ, സ്റ്റാൻഡിങ്ങിന് മുമ്പ് നമ്മൾ ടു ചേർക്കില്ല. ഓക്കെ, ഈസ് the standing. Please refrain the standing near the door as it could lead to an accident. ദായല്ല. അവിടെന്ന് നിക്കണേന്ന് നിങ്ങൾ മാറുക. അവിടെ നിക്കണ നല്ലതല്ല. യെസ് യെസ് യെസ്, കമന്റ് ബോക്സിൽ ആൻസർ വരുന്നത് അച്ചല്ല. തരാട്ടാ, അടുത്ത വിളിച്ച സർ. യെസ്, യാഷ്. യാഷ് പ്ലീസ്, യാഷ് പറയൂ. യാഷ് പോയി. സർ ആരെ വിളിക്കണം? ആ യാഷ് വന്നു. യെസ് യാഷ് പറയൂ. ബയ്യല് തെറ്റ്. എന്തോ അല്ല, അല്ല, ഫ്രം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫ്രം. പ്ലീസ് റിഫ്രെയിൻ ഫ്രം സ്റ്റാൻഡിങ്. അതായത് അവിടെ നിൽക്കണേന്ന് നിങ്ങൾ മാറുക, പിന്മാറുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിന്നാൽ ആക്സിഡൻസ് ഉണ്ടാകും എന്നാണ് കമന്റ് പറയുന്നത്. അഭിജിത്തെ, തീറ്റയിലാണ്ട കോൺസെൻട്രേഷൻ കാണുന്നുണ്ടെന്നോ എല്ലാരും? ഓക്കെ, കഴിക്കുന്നതിലാണ് കൂടുതലും കോൺസെൻട്രേഷൻ പോകുന്നത്. റിഫ്രെയിൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. യെസ്, അടുത്ത നോക്കിക്കേ. യെസ് യെസ്, കംപ്ലീറ്റ് ചെയ്തോളൂ. സിമ്പിൾ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, 2 മിനിറ്റ് സമയം. സർ എന്നെ മാറ്റിക്കോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ. ഓക്കെ സർ, ബ്രേക്ക് പേടിക്കണ്ട, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ, മതിയില്ലേ? ഓക്കെ, നമ്മൾ ഓ എന്തൊരു സന്തോഷം, ദൈവമേ. ആർദ്രയുടെ ചിരിയാണ് അപ്പോഴും ഞാൻ ആദ്യം കണ്ടത്. ഷോ സർ, ഒന്ന് കാണിച്ചു തരൂ. ഓക്കെ സർ, മൊത്തം കോപ്പി ചെയ്തോ, എന്നിട്ട് എനിക്ക് ആ ഫയൽ അയച്ചു തന്നാൽ മതി. ഓക്കെ
യെസ്. അപ്പോൾ ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പറഞ്ഞു എറർ ആൻഡ് കറക്ഷൻ ചെയ്യിപ്പിക്കണം, അത് ചെയ്യിപ്പിച്ചു. നമ്മൾ മതിയില്ലേ, ഗ്രാമറിന്റെ കുറെ എക്സസൈസ് ചെയ്യിപ്പിച്ചു, റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്തു. എഴുതാനുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എഴുതേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ വീട്ടിൽ പോയിട്ട് ഞാനൊരു വോയിസ് അയക്കാം. ആ വോയിസിൽ എത്ര നമ്പേഴ്സ്, അതായത് എത്ര വേർഡ്സ് പെർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി തിരിച്ചു വരാം. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സർ ആദ്യത്തെ ആളെ വിളിച്ചോളൂ. യെസ്, ആദിദേവ്. സ്റ്റിൽ ഡാഷ് ബ്രാക്കറ്റിൽ ബേൺ ആണ് ഓൺ ദ ടേബിൾ. സോ ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിളും ഹിന്റ് ഒക്കെ തന്നു കേട്ടോ. യെസ്, അടുത്ത ആൾ വിളിച്ചോളൂ സർ. ആദിദേവ്, സോറി, ആദിദേവ് പറഞ്ഞോളൂ. യെസ്, വെരി ഗുഡ്. സ്റ്റിൽ ബേണിംഗ്, വെരി നൈസ്. യെസ്, അടുത്ത ആൾ വിളിച്ചോളൂ സർ. അശ്വീന, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ആൻസർ ചെയ്യാൻ പോകുന്നത് അശ്വീനയാണ്. അശ്വീന പറഞ്ഞോളൂ. അശ്വീന. ഹെൽത്ത് എക്സ്പെർട്സ്, അതെ നീ അശ്വീന, ദിസ് അശ്വീന. യെസ്, health experts worldwide are concerning about the surge in health problems. ഇപ്പോൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും 2025 ന്ന് എടുത്തേക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും 2025 സെറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കുറേ സെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ യെസ് പറഞ്ഞോളൂ. യെസ് അശ്വീന. ഇല്ലില്ല, ഇന്നൊക്കെ ശരിയാണ്. ഇന്നിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതുമല്ല, പക്ഷെ നമ്മളിപ്പോൾ ഒരു കളിയില്ലേ, പിന്നൊളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ പറയണത് ചൂട് തണുപ്പ്. ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇൻ പറഞ്ഞപ്പോൾ തണുപ്പായിരുന്നു, 6 പറഞ്ഞപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പൊ എന്താണ്? വെരി ഗുഡ്, കൺസേണിങ് ആണ് തെറ്റുള്ളത്. അപ്പൊ അതിന് പകരം എന്ത് യൂസ് ചെയ്യാം നമുക്ക്? യെസ്, അടുത്ത ആളെ വിളിച്ചത് സർ. കൺസേണിങ്ങിന് എന്തോ ഇല്ല സർ, ഒന്ന് പറഞ്ഞേ. സാറ് നോക്കിയിട്ട് പറയണല്ലേ. യെസ്, കൺസേണിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാക്ക് യെസ് ക്രിസ്റ്റൽ. എന്തായിരിക്കും ക്രിസ്റ്റൽ കൺസേണിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്യാ? ഗുഡ് ഈവനിങ്. യെസ്, വെരി ഗുഡ്. കൺസേൺഡ് എന്നല്ലേ പറഞ്ഞത്? അല്ലേ? അല്ല, ഓക്കെ. കൺസേൺഡ് ആണ് അതിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. കൺസേൺഡ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. യെസ്. അപ്പൊ നമുക്ക് പോരെ. ഇന്ന് നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ റിപ്പോർട്ടഡ് സ്പീച്ച്, ഐ വോണ്ട് യു ടു സ്കോർ വെരി ഗുഡ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, നിങ്ങൾ എല്ലാവരും റിപ്പോർട്ടഡ് സ്പീച്ചിന് നല്ല മാർക്ക് വാങ്ങണം എന്ന് എനിക്കുണ്ട്. നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല വെറൈറ്റീസ് നോക്കി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. നമ്മൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ലിങ്കിങ് വേർഡ് ചേർക്കണം, ഇഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ലിങ്കിങ് വേർഡ് ചേർക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇറ്റ്സ് യുവർ ടൈം ടു റിവൈസ് എവറിത്തിങ് ദാറ്റ് ഇസ് പെൻഡിങ്. ഓക്കെ, അത് കൂടാണ്ട് ഇപ്പോൾ KV സാറ് വന്ന് പറഞ്ഞു, സോറി വിഷ്ണു സാറ് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കുത്തിയിരുന്ന് പഠിക്കൊന്നും വേണ്ട. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഗ്രാമർ പോർഷൻസ് നിങ്ങൾ സ്വയം തന്നെ ഇരുന്നൊന്ന് പഠിച്ചെടുക്കാൻ നോക്കുക. സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. എനിക്ക് ഇനിയും എടുക്കണമെന്നുണ്ട്, പക്ഷെ ഐ എം വെരി സോറി ആൻഡ് ഐ എം സൈനിങ് ഓഫ് ഫ്രം ദിസ് ബാച്ച് ടുഡേ. ഓക്കെ, എനിക്കിഷ്ടമായി. ഇറ്റ് വാസ് എ വെരി ഗുഡ് ബാച്ച് ആക്ച്വലി. നല്ല രസമുണ്ടായിരുന്നു. വിത്ത് ഈ 3 ദിവസം ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ എന്തായാലും നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി വിട പറയാം അല്ലേ? യെസ്. സോ എന്തായാലും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എല്ലാവരുടെയും എക്സാം ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഇൻ ഓൾ ദി എക്സാംസ്. എല്ലാ എക്സാമും നിങ്ങളുടെ അടിപൊളിയാകട്ടെ, നിങ്ങൾ തകർക്കട്ടെ എല്ലാ എക്സാമിലും. ആൻഡ് വിൽ മീറ്റ് യു ആഫ്റ്റർ യുവർ റിസൾട്ട്സ്. ഓക്കെ, റിസൾട്ട് കണ്ടിട്ട് എല്ലാവരും ഇവിടെ വരും ചിലപ്പോൾ അല്ലേ? അപ്പോൾ എന്നെ ഒന്ന് അന്വേഷിക്കുക. ഇഫ് ഓർമ്മയുണ്ട്, ആ ടീച്ചർ ഇല്ലേ, എൻ്റെ പേര് പാർവതി. ഓക്കെ, സോ എനിക്ക് ഹിന്ദി എടുക്കാൻ ചിലപ്പോൾ ഞാൻ വന്നാലേ, പക്ഷേ ഡ്യൂ ടു സം ബിസി ഷെഡ്യൂൾസ് വന്നില്ല. അപ്പോൾ ഹിബ പറയണ, ഓ ഭാഗ്യം വരാണ്ടിരുന്നതല്ലേ ഹിബ. ഇല്ല, വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ഹിന്ദിയിൽ വേറെ ടീച്ചറായിരിക്കും വന്നെടുക്കാം. സോ ഹിന്ദി, മലയാളവും ഇനി അങ്ങോട്ടുള്ള സയൻസ് പേപ്പേഴ്സും സോഷ്യലും എല്ലാവരും ഇത്രയും
മാത്സ് പോലെ തന്നെ അടിപൊളിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക, നല്ലോണം തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് പോവുക. സോ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു ആൻഡ്